നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇന്നൊരു ട്രെയിൻ വന്നു നിന്നു. അതിൽ നിന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജ് താഴേക്കിറങ്ങിയില്ല. നീട്ടിപ്പിടിച്ച അണികളുടെ കൈകളിലേക്ക് അവരുടെ ചുമലേറി തുറന്ന വാഹനത്തിൽ വലിയ പര്യടനത്തോടുകൂടി CPM-ന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലേക്ക് M. സ്വരാജിന്റെ ആഘോഷപൂർവമായ ആവേശപൂർവമായ തെരഞ്ഞെടുപ്പ് കളം പിടിക്കൽ. അതേസമയം ഈ കളം ഞാൻ പിടിക്കേണ്ടതില്ല, ഈ കളം എന്റേതാണ് എന്ന് തുറന്ന പ്രഖ്യാപനവുമായി ആര്യാടൻ ഷൗക്കത്ത് നിന്ന് നാമനിർദ്ദേശ പത്രികയും സമർപ്പിച്ചു. രണ്ട് മുന്നണികൾക്കും ഏറ്റവും നിർണായകമായ ഒരു ദിനമാണ് ഇന്ന് നിലമ്പൂരുണ്ടായത്. അതേസമയം തന്നെ ഇനി UDF-ലേക്കില്ല എന്ന തുറന്ന പ്രഖ്യാപനം നടത്തുകയുണ്ടായി PV അൻവർ. അവിടെ നിന്ന് അൻവർ പിന്നെയും നിലപാട് മാറ്റൂ എന്നുള്ളത് അറിയില്ല. PV അൻവറിന്റെ നിലപാട് എന്തുതന്നെയായാലും വിട്ടുവീഴ്ചയില്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ നിലപാട് എന്നുള്ളതാണ് ആദ്യഘട്ടം മുതൽ നമുക്ക് ഇങ്ങോട്ട് മനസ്സിലാവുകയും ചെയ്യുന്നത്. നാമനിർദ്ദേശ പത്രിക PV അൻവർ സമർപ്പിക്കുമോ, നാമനിർദ്ദേശ പത്രിക PV അൻവർ പിന്നീട് പിൻവലിക്കുമോ, ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെയെങ്കിലും ഇതിൽ സജീവമായി നിൽക്കാൻ PV അൻവറിന് സാധ്യമാകുമോ തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾ കൂടി അവിടെ നിൽക്കുകയുമാണ്. സൂപ്പർ പ്രൈം ടൈമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളോടൊപ്പം അതിഥികൾ ശ്രീ PM ആർഷോ CPM-ൽ നിന്ന്, ഡോക്ടർ ജിൻഡോ ജോൺ കോൺഗ്രസിൽ നിന്ന്, ശ്രീ EA സുക്കു തൃണമൂൽ കോൺഗ്രസിൽ നിന്ന്. ആദ്യം ശ്രീ EA സുക്കു, അങ്ങേക്ക് കേൾക്കാമോ? ശ്രീ സുക്കുപ്പോ, പിണറായിസത്തിനെതിരെയാണ് ഞാൻ പടിയിറങ്ങി വന്നത് എന്ന് പറഞ്ഞു PV അൻവർ. പിണറായിസം പിന്നീട് മരുമോനിസത്തിലേക്ക് പോയി എന്ന് കഴിഞ്ഞ ദിവസം സൂപ്പർ പ്രൈം ടൈമിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. പിന്നീട് അദ്ദേഹം സതീശനെ കുറിച്ച് പറയുകയുണ്ടായി. സതീശനിസത്തിനെതിരെയും സംസാരിച്ചു കഴിഞ്ഞു. അങ്ങനെ പല ഇസങ്ങൾക്കെതിരെ സംസാരിച്ച് വന്ന PV അൻവർ അൻവറിസം അവസാനിച്ചു എന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ടോ? ഈ തെരഞ്ഞെടുപ്പിൽ ഇനി PV അൻവറിന് തൃണമൂൽ കോൺഗ്രസിന് ചെയ്യാൻ കഴിയുന്നത് എന്താണ്? നിങ്ങൾ മത്സരിക്കുമോ, PV അൻവർ മത്സരിക്കുമോ? അല്ല, പിണറായിസം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ അത് സംബന്ധിച്ച കാര്യങ്ങളൊക്കെ ഇവിടെ കേരളം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണല്ലോ. പിന്നീട് ഇപ്പോൾ താങ്കൾ ഉദ്ദേശിച്ച മാതിരി ഇപ്പോൾ സതീശനിഷം എന്നൊക്കെ പറഞ്ഞത്, അത് ഞങ്ങൾ UDF-ലേക്കുള്ള പ്രവേശനത്തിന് തടസ്സം നിന്ന കോൺഗ്രസ്സിൽ ചില ശക്തികളുണ്ട്. 4-5 മാസമായിട്ട് ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ അത് UDF-നോടൊപ്പം നിന്നിട്ടാണ് ഞങ്ങൾക്ക് പൊതുജന സമക്ഷം അവതരിപ്പിക്കാനുള്ളത് എന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ UDF-ന്റെ ഭാഗമാക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ളൊരു കത്ത് നൽകിയത്. ആ കത്ത് അനുഭാവപൂർവം പരിഗണിക്കാൻ UDF-ലെ ഘടകകക്ഷികളായിട്ടുള്ള പാർട്ടികൾ, അതോടൊപ്പം തന്നെ കോൺഗ്രസിലെ വലിയൊരു വിഭാഗം, അവരൊക്കെ തയ്യാറായ സമയത്ത് എന്തോ ചില സ്ഥാപിത താല്പര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി ഈ പറഞ്ഞ ആളുകൾ ഉൾപ്പെടെ അത് തടയുകയാണ് ചെയ്തിട്ടുള്ളത്. ബന്ധപ്പെട്ട സമയത്ത് അത് പ്രഖ്യാപിക്കുന്നതിന് നമുക്കറിയാലോ, UDF-ന്റെ അന്നത്തെ കൺവീനർ 5 ദിവസത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ PV അൻവറിനെ മുന്നണിയിലെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യം അനൗൺസ് ചെയ്യും എന്നുള്ള പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ശ്രീസുകു പറഞ്ഞവസാനിപ്പിച്ചാണോ? കേൾക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? അതെ അതെ ശരി. പക്ഷെ പിന്നീട് എന്ത് സംഭവിച്ചു? പ്രതിപക്ഷ നേതാവ് തന്നെ വഞ്ചിച്ചു, ഇനി VD സതീശൻ നയിക്കുന്ന മുന്നണിയിലേക്കില്ല എന്ന് അദ്ദേഹം തുറന്ന് പ്രഖ്യാപിക്കുന്നു. ഇതിനൊരു നയചാതുരിയില്ലേ? ഒരു പാർട്ടിയെ, അതിന്റെ നേതാവിനെ, അതിന്റെ സ്ഥാനാർത്ഥിയെ തന്നെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിനെ മത്സരിപ്പിക്കാൻ പറ്റില്ല. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനെ മത്സരിക്കാൻ കഴിയില്ല. നിങ്ങൾക്കിപ്പോൾ ഈ അസോസിയേറ്റ് പദവി പോലും വേണ്ട എന്ന് പറയുന്ന ഇടത്താണ് പാർട്ടി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കണമെന്നൊരു നിലപാടെടുക്കുന്നത്. ഒരു നയവും ചാതുരിയും ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ബുദ്ധി സവിശേഷതയും കാണിക്കാതെയുള്ള പ്രവർത്തനം എന്ന നിലയ്ക്കല്ലാതെ അതിനെ കാണാൻ കഴിയുമോ? ഏത് പാർട്ടിക്കാണ്? ഒരു ഘടകകക്ഷിക്ക് പോലും പറയാൻ കഴിയില്ല ഒരു സീറ്റിൽ മത്സരിക്കുന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥി ആരാകണം എന്ന്. അപ്പോഴാണ് പുറത്തു നിന്നുകൊണ്ട് കൽപ്പന പുറപ്പെടുവിക്കുക? അല്ല, PV അൻവർ UDF-ന്റെ ഭാഗമായി പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള സന്നദ്ധത അറിയിച്ചുകൊണ്ട് കത്ത് കൊടുത്ത സമയത്ത്, ആ കത്ത് കൊടുത്ത സമയത്ത് വരാൻ പോകുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഏറ്റവും വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു അന്ന്. അതെന്താ കാണാത്തത്? പിന്നീട് UDF നിർത്തിയ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് കത്ത് കൊടുത്ത് പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല, പാർട്ടിയാണോ വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കേണ്ടത്?
അല്ല അതൊരു പരസ്പര ധാരണയോട് കൂടി പോകേണ്ട കാര്യമാണല്ലോ മാധു. നമുക്കറിയാലോ, ഞങ്ങളുടെ കൂടി പിന്തുണ ഞങ്ങൾ യു ഡി എഫിൻ്റെ മുന്നണിയിലേക്ക് എടുക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ പുറകെ പോയതല്ല. ഞങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ, ആ മുദ്രാവാക്യങ്ങൾ ഇവിടെ പ്രായോഗികമായി നടപ്പിലാക്കുന്നതിന് നിങ്ങളെ കൂടി ഞങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് യു ഡി എഫിലെ പല കക്ഷി നേതാക്കളും അതോടൊപ്പം തന്നെയുള്ള യു ഡി എഫിൻ്റെ നേതൃത്വത്തിലുള്ള ആളുകളുടെ ആവശ്യപ്രകാരമാണ് ഞങ്ങൾ കത്ത് കൊടുത്തിട്ടുള്ളത്. അല്ല, നിങ്ങളോടൊപ്പം നിൽക്കണമെന്നല്ലേ പറഞ്ഞുള്ളൂ, അല്ലാതെ നിങ്ങൾ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കണമെന്ന് പറഞ്ഞില്ലല്ലോ. അവിടെ വെച്ചല്ലേ ഇന്ന് പി വി അൻവർ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ നിങ്ങൾ ഇപ്പോഴും ഒരു തീരുമാനമെടുക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്ന, അല്ലെങ്കിൽ ഇന്നലെ ഒരു ദിവസം രാവിലെ മാധ്യമങ്ങളെ വിളിച്ച് പിന്നീട് ഞാൻ ഒരു ദിവസത്തേക്ക് കൂടി കാത്തിരിക്കുന്നു, എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ പി വി അൻവർ ഇന്നും പറയുന്നത് ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയാകരുതെന്ന് ഞാൻ പറയാൻ പല കാരണങ്ങളുണ്ട്, ഞാൻ ഇപ്പോൾ പറയുന്നില്ല എന്ന് പറഞ്ഞാൽ, എന്നെ കൂട്ടാതെ നിങ്ങൾ ആര്യാടൻ ഷൗക്കത്തുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞാൻ പലതും വിളിച്ചു പറയുമെന്നു തന്നെയാണ്. അങ്ങനെ ഭീഷണി മുഴക്കി നിൽക്കുന്ന ഒരു ഇരുതല മൂർച്ചയുള്ള വാളെടുത്ത് ആരെങ്കിലും സ്വന്തം കക്ഷത്തിൽ വെക്കുമോ? അല്ല, ഞങ്ങളെ സംബന്ധിച്ച് യു ഡി എഫ് എനിക്ക് കേൾക്കാം, അങ്ങ് പറഞ്ഞോളൂ. കേൾക്കാം. ഞങ്ങളെ സംബന്ധിച്ച് യു ഡി എഫിൽ എടുക്കണം എന്നുള്ളൊരു ആഗ്രഹമൊന്നും ഇനിയിപ്പോൾ ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ നിയോജക മണ്ഡലം കമ്മിറ്റി യോഗം ചേർന്ന് ആ നിയോജക മണ്ഡലം കമ്മിറ്റി ശ്രീ പി വി അൻവറിനോട് മത്സരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടതാണ്. അതിനുശേഷം ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം, ആ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലും പി വി അൻവർ മത്സരിക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചിട്ടുള്ളതാണ്. ഈ ഉപതെരഞ്ഞെടുപ്പിൽ എന്തു ചെയ്യണമെന്ന് നിങ്ങൾ ഇതിനകം തീരുമാനിച്ചിട്ടുണ്ടോ? പി വി അൻവർ മത്സരിക്കുമോ, അതോ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്ന് മറ്റൊരാൾ മത്സരിക്കുമോ, അതോ നിങ്ങൾ യു ഡി എഫിന് മനസാക്ഷി വോട്ട് ചെയ്യുമോ? ഞങ്ങൾ തീർച്ചയായിട്ടും മത്സരിക്കും. ആ തരത്തിലേക്ക് ഇന്ന് പി വി അൻവറിൻ്റെ വീട്ടിലേക്ക് ഇന്ന് രാവിലെ അദ്ദേഹം നടത്തിയിട്ടുള്ള പത്രസമ്മേളനത്തിന് ശേഷം നിലമ്പൂരിലെയും അതോടൊപ്പം തന്നെ നിലമ്പൂരിൻ്റെ പരിസര പ്രദേശത്തുമുള്ള ആളുകളുടെ ഒരു കുത്തൊഴുക്കാണ് അദ്ദേഹം മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. ആ ആവശ്യം പി വി അൻവർ അംഗീകരിക്കും, ആ ആവശ്യം പി വി അൻവർ ഉൾക്കൊള്ളും എന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾക്ക് ഇപ്പോഴും ഉള്ളത്. ശരി, ശ്രീ യേസുഗു, ഞാൻ അങ്ങേലേക്ക് തിരികെ വരാം. അപ്പോൾ പി വി അൻവർ മത്സരിക്കുമെന്ന് തന്നെയാണ് തൃണമൂൽ കോൺഗ്രസ് ഇപ്പോഴും തീരുമാനിക്കുന്നത്. അത് സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം മാത്രമാണ് ബാക്കി എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഡോക്ടർ ജിൻഡോ ജോൺ, ഇന്നിപ്പോൾ എം സ്വരാജ് ആവേശാരവങ്ങളോടുകൂടി അവിടേക്ക് വന്നിരിക്കുന്നു. ഇടത് മുന്നണി സംവിധാനമാകെ അവർക്ക് കഴിയാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സ്വീകരണം നൽകിയിരിക്കുന്നു. അതിൻ്റെ സന്തോഷവും അതിൻ്റെ വികാര വായ്പും പ്രകടമാക്കിക്കൊണ്ടാണ് എം സ്വരാജ് അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണവുമായി വലിയ പ്രചാരണമായി പോവുകയും ചെയ്യുന്നത്. നിങ്ങളുടെ സ്ഥാനാർത്ഥി ശ്രീ ആര്യാടൻ ഷൗക്കത്ത് ഇന്ന് നാമനിർദ്ദേശ പത്രിക തന്നെ നൽകിയിരിക്കുന്നു. നിങ്ങൾ ഒരു വള്ളപ്പാട് മുന്നിലാണ് എല്ലാ കാര്യത്തിലും. സ്ഥാനാർത്ഥി പ്രഖ്യാപനം, നാമനിർദ്ദേശ പത്രിക, ഈ രീതിയിലുള്ള സാങ്കേതിക നടപടിക്രമങ്ങളിൽ എന്നുള്ളതാണ് നിങ്ങളുടെ ആത്മവിശ്വാസം. നിങ്ങളുടെ സ്ഥാനാർത്ഥി അവിടെ തന്നെ ഉണ്ടായിരുന്ന ആളാണ്, തുടങ്ങിയ കാര്യങ്ങളൊക്കെ എവിടെയും നിൽക്കുന്നു. ഇതിനിടയിലാണ് പി വി അൻവറുമായി ബന്ധപ്പെട്ട ഡെവലപ്മെന്റും. എന്താണ് കോൺഗ്രസിന്റെ അവിടുത്തെ സാധ്യതക്കേടുകൾ? അല്ല മാധു, ഞങ്ങൾക്ക് അവിടുത്തെ സാധ്യതയെക്കുറിച്ചിട്ട് ഒരു സംശയമില്ല. വരുന്ന 23-ാം തീയതി വോട്ട് എണ്ണിക്കഴിയുമ്പോൾ കേരളത്തിൻ്റെ നിയമസഭ കയറാൻ പോകുന്നത് ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറഞ്ഞ യു ഡി എഫിൻ്റെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിരിക്കുമെന്നുള്ള പൂർണ്ണ ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. ആ ആത്മവിശ്വാസം വെറുതെ ഞങ്ങൾ അതിവൈകാരികമായിട്ട് പറയുന്നതല്ല. കഴിഞ്ഞ 9 വർഷക്കാലമായിട്ട് കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ്റെ സർക്കാരിനെതിരായിട്ടുള്ള, ഈ ജനദ്രോഹ സർക്കാരിനെതിരായിട്ടുള്ള ജനങ്ങളുടെ വിധിയെഴുത്താണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ തൃക്കാക്കര ബൈ ഇലക്ഷനിൽ, പുതുപ്പള്ളി ബൈ ഇലക്ഷനിൽ, പാലക്കാട് ബൈ ഇലക്ഷനിൽ, വയനാട് ലോക്സഭ ബൈ ഇലക്ഷനിൽ, എന്തിന് ചേലക്കര ബൈ ഇലക്ഷനിൽ പോലും ആ ജനവികാരം കൃത്യമായിട്ട് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ പറയുന്നത്. ഇത് സംസ്ഥാന സർക്കാരിനെതിരെ നിരന്തരം സമരം ചെയ്യുന്ന പ്രതിപക്ഷത്തിൻ്റെ വിജയമായിരിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഞങ്ങളുടെ വിലയിരുത്തലായിരിക്കുമെന്ന് ഞങ്ങൾ വെല്ലുവിളിച്ച് പറയുന്നു. അതുപോലെ തന്നെ സംസ്ഥാനത്തെ സർക്കാരിൻ്റെ ജനദ്രോഹ സർക്കാരിനെതിരായിട്ടുള്ള ജനങ്ങളുടെ വിധിയെഴുത്തായിരിക്കുമെന്നാണ് ഞങ്ങൾ കണക്ക് കൂട്ടുന്നത്. അങ്ങനെ ആകും എന്ന് പൂർണ്ണ ഉറപ്പിലാണ് ഞങ്ങൾ ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ച് 23-ാം തീയതി കേരളത്തിന്റെ നിയമസഭയുടെ പടിക്കെട്ട് കയറുമെന്ന് പറയുന്നത്. സാധാരണക്കാരായിട്ടുള്ള അവിടുത്തെ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിന് കീഴിലുള്ള നിങ്ങളുടെ വോട്ട് ബാങ്കിനെ കുറിച്ചൊന്നും നമുക്ക് ആർക്കും സംശയം ഉന്നയിക്കേണ്ട ഒരു കാര്യവുമില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലടക്കം അത് വ്യക്തമായ ഒരു കാര്യവുമാണ്. പക്ഷെ നിങ്ങൾ ഇടത് സംഘടനാ സംവിധാനത്തെ വളരെ ദുർബലം എന്ന രീതിയിൽ അവഗണിക്കുന്നുണ്ടോ? നിങ്ങളുടെ പല പ്രധാനപ്പെട്ട നേതാക്കളും അവിടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പരിഹാസം, അത് പിന്നീട് എം സ്വരാജന്റെ സ്ഥാനാർത്ഥിയാകുന്ന സമയത്ത് അല്ല ഞങ്ങൾ ഗോവിന്ദൻ മാഷിയാണ് പ്രതീക്ഷിച്ചത് എന്ന് പറയുന്നത് അടക്കമുള്ള ഒരു കുറച്ചു കാണൽ എന്ന് പറയുന്നത് എല്ലാ രാഷ്ട്രീയ മര്യാദയുടെയും സീമ
നന്മകളെ ഖണ്ഡിക്കുന്നതാണോ? അങ്ങനെ ഒരു കുറച്ചു കാണൽ എന്ന് പറയുന്നത് അതും തുടർച്ചയായി 2 തവണ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടിക്ക് ചേർന്നതാണോ, ഉതകുന്നതാണോ? അല്ല, തുടർച്ചയായിട്ട് 2 വട്ടം പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടി സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റിനെ നയിക്കുന്ന ഒന്നാമത്തെ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയെ തന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വെല്ലുവിളിക്കുന്നത് കുറച്ച് കാണിക്കുന്നല്ലോ. ഞങ്ങളുടെ അത്രത്തോളം വലിയ ആത്മവിശ്വാസമല്ലേ. ഞങ്ങൾ ഉറപ്പോടെ പറയുന്നു മാധു, ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് അത് സംസ്ഥാനത്തെ ജനദ്രോഹ സർക്കാരിനെതിരെ സമരം ചെയ്യുന്ന, നിരന്തരം തെരുവിലും നിയമസഭയിലും സമരം ചെയ്യുന്ന ജനകീയ പ്രതിപക്ഷത്തിന്റെ വിലയിരുത്തലാകുമെന്ന്. അതുപോലെ പറയാൻ കേരളത്തിലെ CPM-ന് പറയാൻ പറ്റുമോ? പിണറായി വിജയന്റെ സർക്കാരിന്റെ വിലയിരുത്തലാകുമെന്ന്. 9 വർഷക്കാലം അവരുടെ പക്കലുണ്ടായിരുന്ന ഒരു മണ്ഡലത്തിൽ നടക്കുന്ന ബൈ ഇലക്ഷനിൽ ആ തെരഞ്ഞെടുപ്പിൽ UDF മത്സരിക്കുന്നത് ഞങ്ങളുടെ പ്രവർത്തനത്തിന്റെ വിലയിരുത്തലാകും എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടെ അത് ഏറ്റെടുത്തുകൊണ്ട് അത്തരത്തിൽ ഇത് ഈ സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലാകുമെന്ന് ഏറ്റെടുക്കാൻ അവർ തയ്യാറുണ്ടോ എന്ന് ചോദിക്കുന്നത് ഞങ്ങളുടെ ആത്മവിശ്വാസം. ചവിട്ടുപടിയാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ്. അതിനപ്പുറം എന്ത് പ്രഖ്യാപനമാണ് വേണ്ടത്? അല്ല, അത് നമ്മൾ കേൾക്കുന്നതല്ലേ. ഇവർ തൃക്കാക്കര മത്സരിച്ചപ്പോൾ 100 ആക്കാൻ പോയതാണ്, പുതുപ്പള്ളി മത്സരിച്ചപ്പോൾ സെഞ്ചുറി അടിക്കാൻ പോയതാണ്, അങ്ങനെ ഓരോന്നോരോ, പാലക്കാട് മത്സരിച്ചപ്പോൾ സെഞ്ചുറി അടിക്കാൻ വന്നതാണ്, അങ്ങനെ ഓരോന്നോരോന്ന് നമ്മൾ പറയുന്നത് കേൾക്കുന്നുണ്ട്. അത് അങ്ങനെ പറഞ്ഞാൽ മാത്രം മതി. കൃത്യമായിട്ട് പറയണം. LDF-ന്റെ പ്രതിനിധിയോ അല്ലെങ്കിൽ LDF-ന്റെ സ്ഥാനാർത്ഥിയോ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയോ പറയട്ടെ, ധൈര്യത്തോടെ പറയട്ടെ, പിണറായി വിജയൻ സർക്കാരിൻ്റെ വിലയിരുത്തലാകും ഈ തെരഞ്ഞെടുപ്പെന്ന്. ഞങ്ങളുടെ സിറ്റിംഗ് മണ്ഡലമല്ലല്ലോ, LDF-ന്റെ സിറ്റിംഗ് മണ്ഡലമായ നിലമ്പൂർ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പൂർണ്ണ ആത്മവിശ്വാസത്തോടെ പറയുന്നു, ഇത് പിണറായി വിജയൻ സർക്കാരിനെ കുറിച്ചിട്ടുള്ള ജനങ്ങളുടെ വിലയിരുത്തലാകും. ഒന്നാമത്തത്. 2, ഈ സർക്കാരിനെതിരെ നിരന്തര സമരം ചെയ്യുന്ന ജനപക്ഷ പ്രതിപക്ഷമായിട്ടുള്ള ഞങ്ങളുടെ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലാകുമെന്ന്. ഇതുപോലെ പറയാൻ അവർക്ക് ധൈര്യമുണ്ടോ? സംസ്ഥാന സർക്കാരിന്റെ 9 വർഷത്തെ ഭരണത്തിന്റെ വിലയിരുത്തലാകും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പ്രഖ്യാപിക്കാൻ CPM-ന് ഭയമുണ്ടോ? കഴിഞ്ഞ 9 വർഷക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന സമസ്ത രാഷ്ട്രീയ വിഷയങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിപാദിക്കപ്പെടുന്ന വിഷയമായിരിക്കും എന്നതിനകത്ത് ഞങ്ങൾക്കൊരു തർക്കമില്ല. ആ നിലയിൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം, തെരഞ്ഞെടുപ്പ് രംഗം മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ 9 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കേരളത്തിനകത്ത് നടത്തിയിട്ടുള്ള ഇടപെടലുകളുണ്ട്, ജനക്ഷേമ പ്രവർത്തനങ്ങളുണ്ട്, കേരളത്തിനകത്ത് നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുണ്ട്. വിശിഷ്യ നിലമ്പൂർ മണ്ഡലത്തിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിയിട്ടുള്ള സമസ്ത മേഖലകളിലെ വികസന പ്രവർത്തനങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ, ഇതിനോടൊപ്പം തന്നെ ഈ രാജ്യത്ത് നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളടക്കം സമസ്ത വിഷയങ്ങളും ഈ തെരഞ്ഞെടുപ്പിനകത്ത് ചർച്ചയായി ഉയർന്നു വരും എന്നുള്ളതിനകത്ത് ഞങ്ങൾക്കൊരു തർക്കവുമില്ല. അവയെല്ലാം തന്നെ നാട്ടിലെ ജനങ്ങൾ ചർച്ച ചെയ്ത് അവയെല്ലാം തന്നെ വിലയിരുത്തി അതിനനുസരിച്ചായിരിക്കണം ഈ നാട്ടിലെ ഈ നിയോജക മണ്ഡലത്തിലെ വോട്ടർമാരുടെ വോട്ട് തീരുമാനിക്കപ്പെടേണ്ടത് എന്നത് തന്നെയാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു വളരെ കൃത്യമായ, വളരെ ശക്തമായ പൊളിറ്റിക്കൽ ഫൈറ്റാക്കി ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റണം എന്ന് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. സ്വാഭാവികമായും അങ്ങനെ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച്, UDF-നെ സംബന്ധിച്ച് അവരേത് നിലയിലായി ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചും ജനം വിലയിരുത്തുന്നുണ്ട്. അധിക്ഷേപം ചൊരിഞ്ഞുകൊണ്ട്, പരിഹാസം അഴിച്ചു വിട്ടുകൊണ്ട്, ഈ പറഞ്ഞ പോലെ ഒരു നിലക്കും എന്താ പറയുക, ചിന്താശേഷിയുള്ള മനുഷ്യർക്ക് ലോജിക്കില്ല എന്ന് തോന്നുന്ന നിലയിലേക്കുള്ള വെല്ലുവിളികൾ ഉയർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിലെ MLA കൂടിയായിട്ടുള്ള ഗോവിന്ദ മാഷ് ഈ പറഞ്ഞ നിലമ്പൂർ വന്ന് മത്സരിക്കണം എന്ന് പറയുന്നതിലൂടെ ഇവരെന്താ ആഗ്രഹിക്കുന്നത്? ഇപ്പം നിലമ്പൂർ ഗോവിന്ദ മാഷ് ജയിച്ചു കഴിയുമ്പോൾ തളിപ്പറ ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു സീറ്റ് രാജിവെച്ച് അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ വീണ്ടും പോയി മത്സരിക്കാം എന്നതാണോ? അവിടെ ജിൻഡോയ്ക്ക് ചിലപ്പോൾ സീറ്റ് ലഭ്യമാകും എന്ന പ്രതീക്ഷയുടെ പുറത്താണോ? അപ്പോൾ ഈ നിലയിലൊരു ലോജിക്കുമില്ലാത്ത അധിക്ഷേപങ്ങളും വെല്ലുവിളികളും ആവർത്തിച്ച് മുഴക്കിക്കൊണ്ട് ഇവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊള്ളട്ടെ. ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല. സംസ്ഥാന വ്യാപകമായുള്ള എല്ലാ വിഷയങ്ങളും അവിടെ ചർച്ചയാകും എന്നെല്ലാവർക്കും അറിയാം. ആ വിഷയങ്ങൾ ചർച്ച ചെയ്ത് തന്നെയാണ് അവിടുത്തെ വോട്ടർമാർ പോയി വോട്ട് കുത്തുക എന്നും എല്ലാവർക്കും അറിയാം. പക്ഷെ ചോദ്യം അങ്ങനെയായിരുന്നില്ല. അവിടുത്തെ ജയപരാജയങ്ങൾ സർക്കാരിന്റെ വിലയിരുത്തലാകും എന്ന് വെല്ലുവിളിയുടെ സ്വരത്തിൽ
പറയാൻ തയ്യാറുണ്ടോ CPM എന്നുള്ളതാണ്. പ്രതിപക്ഷം അതിന് തയ്യാറാണെന്നാണ് പറഞ്ഞത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ VD സതീശൻ പറഞ്ഞു, പരാജയപ്പെട്ടാൽ അത് എൻ്റെ പരാജയമായിരിക്കും, വിജയിക്കുകയാണെങ്കിൽ അത് ഞങ്ങളുടെ സംഘടനാ മികവിൻ്റെ ഓരോ അണികൾക്കും അർഹതപ്പെട്ട വിജയമായിരിക്കും എന്നുള്ളത്. അങ്ങനെ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് സർക്കാരിൻ്റെ ഈ പറയുന്ന 9 വർഷത്തെ പ്രവർത്തനങ്ങൾക്കേറ്റ തിരിച്ചടിയായി കണക്കാക്കും. അല്ലെങ്കിൽ വിജയിച്ചാൽ അത് ഞങ്ങളുടെ രാഷ്ട്രീയ വിജയത്തിന് ഞങ്ങൾ മുന്നോട്ട് വെച്ച പ്രോഗ്രസ് കാർഡിൽ ജനം വെച്ച ഒപ്പ് എന്ന നിലയ്ക്ക് ഞങ്ങൾ അതിനെ പരിഗണിക്കും എന്ന് പറയാൻ തയ്യാറുണ്ടോ എന്നാണ് ഡോക്ടർ ജിൻഡോ ജോൺ ചോദിച്ചത്. അല്ല, ഇതിനകത്ത് ഒരു തർക്കവും വേണ്ട. കഴിഞ്ഞ 9 വർഷക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നിലമ്പൂരിലെ ജനതയുടെ വിധിയെഴുത്താകും എന്നുള്ളതിനകത്ത് എന്താ തർക്കമുള്ളത്? അതിനകത്തൊരു സംശയത്തിനും അടിസ്ഥാനമില്ലല്ലോ. സ്വാഭാവികമായും അവിടുത്തെ ജനങ്ങൾ വിലയിരുത്തുന്നതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിലയിരുത്തൽ ആ മണ്ഡലത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ 9 വർഷക്കാലത്തെ പ്രവർത്തനങ്ങളായിരിക്കില്ലേ? അതല്ലാതെ ഈ 9 വർഷക്കാലത്തെ പ്രവർത്തനങ്ങളെ ആകെ മറന്നുകൊണ്ട് ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തും എന്ന് കരുതാൻ വേണ്ടി കഴിയോ? ഇനി അത് മാത്രമല്ലെന്നേ, ഇന്ന് പറഞ്ഞതുപോലെ 9 വർഷക്കാലത്തെ ഭരണത്തെ വിലയിരുത്തുക എന്നുള്ളത് മാത്രമല്ല, ഈ 9 വർഷക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഇടപെടലുകളെ അല്ലെങ്കിൽ കഴിഞ്ഞ 9 വർഷക്കാലം നിലമ്പൂർ മണ്ഡലത്തിനകത്ത് നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ അവർ താരതമ്യം ചെയ്യുക കൂടെ ചെയ്യും. ഈ 9 വർഷം മുൻപുണ്ടായിരുന്ന UDF മിനിസ്ട്രിയുടെ കാലഘട്ടത്തിലെ കേരളത്തിലെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഓരോ മേഖലയും 2016 മുൻപ് എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച്, 2016 മുൻപ് നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ വികസന കാര്യങ്ങൾ എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് ഇതിനെയൊക്കെ താരതമ്യം ചെയ്തും ഇതിനെയൊക്കെ വിലയിരുത്തിയും തന്നെയായിരിക്കും ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെയും ആത്മവിശ്വാസം. ആ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതും. ഇനി ഇവർ ഈ പറഞ്ഞതുപോലെ എന്താ പറയുക, ഇവരിപ്പോൾ 3 ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് പറഞ്ഞല്ലോ, ഇവർക്ക് വലിയ ആധിപത്യമുള്ള 3 നിയോജക മണ്ഡലങ്ങളെ സംബന്ധിച്ച്. ഇതേപോലെ തന്നെ ഒരു ബൈ ഇലക്ഷൻ നടന്ന നിയോജക മണ്ഡലമായിരുന്നല്ലോ ഈ പറഞ്ഞ പോലെ ചേലക്കര. ഇവർ ഈ പറഞ്ഞതുപോലെ കേരളത്തിൽ ആകെ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ എന്താകുമായിരുന്നു ചേലക്കരയിലെ തെരഞ്ഞെടുപ്പ് ഫലം? അപ്പോൾ സ്വാഭാവികമായും ഈ നിലയിലുള്ള കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് ഓരോ മേഖലയ്ക്കകത്ത് നമുക്ക് എടുത്തു പരിശോധിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയാണെങ്കിലും കേരളത്തിലെ ആരോഗ്യ മേഖലയാണെന്നുണ്ടെങ്കിലും കേരളത്തിന്റെ വ്യവസായ സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലാകുമെന്ന് പറയാൻ CPM ഒരു ഭയവുമില്ല, ഇടതുമുന്നണിക്ക് ഒരു ഭയവുമില്ല. ആ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും വിജയം എന്നുള്ളതാണ് അവരുടെ ആത്മവിശ്വാസം. മാത്രമല്ല അവരുടെ മുഴുവൻ സംവിധാനങ്ങളെയും ചലിപ്പിക്കാൻ കഴിയുന്ന തരത്തിലൊരു രാഷ്ട്രീയ പോരാട്ടത്തിന് നിങ്ങൾ വെല്ലുവിളിച്ചതിന് വിരുദ്ധമായി അരിവാൾ ചുറ്റിക്ക നക്ഷത്ര അടയാളത്തിൽ മത്സരിക്കാൻ സെക്രട്ടേറിയറ്റ് അംഗം തന്നെ സ്ഥാനാർത്ഥിയായതിന്റെ ഒരു ഓളവും ആവേശവും അവിടെ ദൃശ്യവുമാണ്. ഇന്നു മുതൽ അല്ലെങ്കിൽ ആ പ്രഖ്യാപനം വന്നപ്പോൾ മുതൽ തന്നെ M സ്വരാജ് എന്ന് പറയുന്ന പേരാണ് അവിടെ പ്രഖ്യാപിക്കുമ്പോൾ മുതൽ അവരുടെ സംഘടനാ സംവിധാനത്തിൽ അത് പ്രകടവുമാണ്. അതിന് പിന്നാലെ നോക്കൂ, ആ ചോദ്യം വരുന്നത് നിങ്ങളുടെ കാലവും അവരുടെ കാലവും തമ്മിൽ അത് ഒരു സ്വതന്ത്രന്റെ പേരിലാണെങ്കിൽ പോലും കമ്പയർ ചെയ്യാൻ തയ്യാറുണ്ടോ എന്നുള്ളത്. ആര്യാടൻ മുഹമ്മദ് ആണ് നിലമ്പൂരിനെ ഒരുക്കിക്കൊണ്ടുവന്നത്, നിലമ്പൂരിന് കാമ്പും കാതലും കൊടുത്തത് എന്നുള്ള നിങ്ങളുടെ അവകാശവാദങ്ങൾ, ആര്യാടന്റെ പിന്മുറക്കാരനാണ് നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന സ്ഥാനാർത്ഥി എന്നുള്ള നിങ്ങളുടെ ആത്മവിശ്വാസം, അതിനെതിരെയാണ് വെല്ലുവിളി. മാധു, അതിലൊരു കാര്യമുണ്ട്. 9 വർഷം മുമ്പ് ആര്യാടൻ മുഹമ്മദ് MLA സ്ഥാനത്ത് നിന്ന് സ്വതന്ത്രനായിട്ട് അൻവർ ജയിക്കുന്നതിന് മുമ്പ് 36 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് നിലമ്പൂർ ബൈപ്പാസിൻ്റെ പ്രോജക്റ്റിൻ്റെ പ്രവർത്തനം തുടങ്ങിയത്. അതിനുശേഷം 9 വർഷമായിട്ട് അതിലൊരു കൊട്ട മണ്ണ് പോലും എടുത്തിടാൻ നമുക്ക് സാധിച്ചിട്ടില്ല, സംസ്ഥാന സർക്കാരിന് സാധിച്ചിട്ടില്ല. KSRTCയുടെ ഷോപ്പിംഗ് കോംപ്ലക്സ് പണി പൂർത്തിയാക്കിയിട്ട് അത് തുറന്നു കൊടുക്കാൻ പോലും സാധിച്ചിട്ടില്ല. ഈസ്റ്റേൺ കോറിഡോർ ഊട്ടി മൈസൂർ പാതയുമായി കണക്ട് ചെയ്യുന്ന, നിലമ്പൂരിനെ ഡയറക്റ്റ് കണക്ട് ചെയ്യുന്ന ഈസ്റ്റേൺ കോറിഡോർ അത് ഇല്ലാതാക്കിയ പ്രോജക്റ്റ്. അങ്ങനെ നിരവധി പ്രോജക്റ്റുകൾ പ്രാദേശികമായിട്ട് നിലമ്പൂരിനെ കുറിച്ച് ഡിബേറ്റ് ചെയ്യാൻ നമുക്കുണ്ട്. ഞാൻ അതിൻ്റെയൊക്കെ ഏറ്റവും അറ്റത്തേക്ക് കടക്കുന്നില്ല. പക്ഷേ 2016 മുമ്പ് ഈ സംസ്ഥാനത്ത് എന്തുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ 2016 മുമ്പ് ഈ സംസ്ഥാനത്ത് എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് സാമ്പത്തിക സഹായമുണ്ടായിരുന്നു, ഹീമോഫീലിയ രോഗികൾക്ക് ചികിത്സാ സഹായമുണ്ടായിരുന്നു, കിടപ്പ് രോഗികൾക്ക് ചികിത്സാ സഹായമുണ്ടായിരുന്നു, അവരുടെ കൂട്ടിരിപ്പുകാർക്ക് ചികിത്സാ സഹായമുണ്ടായിരുന്നു, കാരുണ്യ ചികിത്സാ പദ്ധതി ഉണ്ടായിരുന്നു, കാരുണ്യ ഇൻഷുറൻസ് പദ്ധതി ഉണ്ടായിരുന്നു, ക്ഷേമ പെൻഷൻ കൃത്യമായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. അതുപോലെ പാവപ്പെട്ട മനുഷ്യരെ ചേർത്ത് നിർത്തുന്ന ജനസമ്പർക്ക പരിപാടിയിലൂടെ ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ നീതിമാന്റെ ഭരണം കേരളത്തിലുണ്ടായിരുന്നു. ഇന്ന് അതൊന്നുമില്ല. ഇതൊക്കെ ചോദിച്ചു ചെല്ലുന്ന മനുഷ്യരോട് 1,05,00,000 ആഡംബര വാഹനത്തിൽ സഞ്ചരിക്കുന്ന കക്കൂസും 360 ഡിഗ്രി കറങ്ങുന്ന കസേരയിൽ വന്നിറങ്ങിയിട്ട് കടക്ക് പുറത്തുനിന്നും മാറി നിൽക്കുന്നതും ഇരിക്കവിടെ നിന്നും ആജ്ഞാപിക്കുന്ന ആക്രോശിക്കുന്ന ഒരു മുഖ്യമന്ത്രിക്ക് അപ്പുറം കേരളത്തിൽ ഒന്നുമില്ല. സാധാരണ മനുഷ്യരുടെ സങ്കടം കാണുന്ന, വിലാപം കാണുന്ന ഏതെങ്കിലും ഒരു മന്ത്രി സംസ്ഥാനത്തുണ്ടോ? പാവപ്പെട്ട മനുഷ്യരെ അഡ്രസ് ചെയ്യുന്ന ഏത് തീരുമാനം ഇവരെടുത്തിട്ടുള്ളത്? ഇവർ പറയുന്ന ഓരോ തീരുമാനങ്ങളും, ഇവരുടെ വിജയമാണെന്ന് അവകാശപ്പെടുന്ന ഓരോ തീരുമാനങ്ങളും ഈ സർക്കാരിന്റെ 4ാം വാർഷികത്തിന്റെ തലേന്ന് പൊട്ടിപ്പൊളിഞ്ഞ് മഴവെള്ളത്തിൽ ഒലിച്ചു പോകുന്നത് നമ്മൾ കണ്ടില്ലേ? ഡോക്ടർ ജിൻഡോ ജോൺ, ഇതേ ആരോപണങ്ങൾ ഒരു മാസങ്ങൾക്ക് മുൻപ് പാലക്കാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നമ്മൾ ഇതേപോലെ ഇരുന്ന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചേലക്കരയുടെ അവരുടെ സിറ്റിംഗ് സീറ്റാണ്, പാലക്കാട് നിങ്ങളുടെ സിറ്റിംഗ് സീറ്റാണ്. അതിനപ്പുറം അത്ഭുതമൊന്നും സംഭവിച്ചില്ല.
മാധു, ഞാൻ അതിലേക്ക് തന്നെയാണ് വരുന്നത്. ചേലക്കര നിങ്ങളൊന്ന് പരിശോധിക്കൂ. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 40,000-ഓളം വോട്ടിന് ജയിച്ച സ്ഥലത്ത് അരുവാൾ ചുറ്റിക നക്ഷത്രത്തിൽ തന്നെ പാർട്ടി ചിഹ്നത്തിൽ തന്നെ മത്സരിച്ചിട്ട് എന്തുകൊണ്ടാണ് 12,000-ലേക്ക് ഇവരുടെ ഭൂരിപക്ഷം കുറഞ്ഞത്? എന്തുകൊണ്ടാണ് കുറഞ്ഞത്? അത് അരുവാൾ ചുറ്റികയ്ക്ക് 2021 അരുവാൾ ചുറ്റിക കണ്ടപ്പോൾ വോട്ട് ചെയ്ത 28,000-ഓളം മനുഷ്യർ പിന്നീട് 2024 ബൈ ഇലക്ഷൻ നടന്നപ്പോൾ അരുവാൾ ചുറ്റികയ്ക്ക് വോട്ട് ചെയ്തില്ല എന്നുള്ളതിന്റെ തെളിവാണ്. അത് നമ്മൾ അങ്ങനെ തന്നെ കരുതണ്ടേ? ഇനി അത് മാത്രമല്ല, ഒറ്റ കാര്യം കൂടി പറയട്ടെ. ചേലക്കര ബൈ ഇലക്ഷനിൽ DMK എന്ന് പറഞ്ഞിട്ട് അൻവറിന്റെ ഒരു സ്ഥാനാർത്ഥി മത്സരിച്ചിരുന്നു. മാത്രമല്ല, ന്യൂനപക്ഷ മോർച്ചയുടെ ഒരു നോട്ടീസ് ഇറക്കി മുനമ്പവുമായി ബന്ധപ്പെട്ട്. അങ്ങനെ 12,000 വോട്ട് അങ്ങനെയും ഷിഫ്റ്റ് ചെയ്തു. അങ്ങനെ ഷിഫ്റ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ പ്രതിപക്ഷ വോട്ട്, അതായത് സംസ്ഥാനം ഭരിക്കുന്ന പിണറായി സർക്കാരിനെ എതിർക്കുന്ന ആളുകളുടെ വോട്ട് അത്തരത്തിൽ ഡിവൈഡ് ചെയ്യപ്പെട്ടില്ലായിരുന്നെങ്കിൽ ചേലക്കരയിലെ അരുവാൾ ചുറ്റികയും തോറ്റു തൊപ്പിയിടുന്ന കാഴ്ചയുണ്ടാകുമായിരുന്നു. ചേലക്കരയിലെ വിജയം ഇവർ വിജയമായിട്ട് അവകാശപ്പെടുന്നത് എങ്ങനെയാണ് മാധു? തൊട്ട് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ 40,000 വോട്ടിന് ജയിച്ചത്. പിന്നത്തെ തെരഞ്ഞെടുപ്പിൽ ഇവരുടെ സർക്കാരിന്റെ വിലയിരുത്തലാണെന്ന് പറഞ്ഞ തെരഞ്ഞെടുപ്പിൽ 28,000 വോട്ട് ഇവരുടെ പാർട്ടി ചിഹ്നത്തിന് കുറയുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ഇവരുടെ പാർട്ടി ചിഹ്നത്തിലേക്ക് വോട്ട് ചെയ്ത 28,000 ആളുകൾ അതിനെ എതിർത്തു എന്നുള്ളതല്ലേ? ഇനി അത് മാത്രമല്ല, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ K. സുധാകരൻ എന്ന് പറഞ്ഞ ഇവരുടെ ആജന്മ ശത്രു മത്സരിക്കുമ്പോൾ കണ്ണൂരിലെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ മത്സരിക്കുന്നു. പിണറായി വിജയന്റെ സ്വന്തം ബൂത്തിൽ പോലും 22 വോട്ട് K. സുധാകരൻ ലീഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ പിണറായി വിജയന്റെ അയൽക്കാർ പോലും അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ CPM തയ്യാറാകണം. പാവപ്പെട്ട മനുഷ്യരെ അഡ്രസ് ചെയ്യാതെ മുതലാളിമാരുടെ മാത്രം സർക്കാരായിക്കൊണ്ട് പൗരപ്രമുഖന്മാരുടെ മാത്രം ഭരണം നടത്തുന്ന പിണറായി വിജയനെ തൂത്തെറിയാൻ വേണ്ടി ജനങ്ങൾ കാത്തിരിക്കുകയാണ് മാധു. ശരി, ശ്രീ PM ഹർഷോ, അതായത് ചേലക്കര മണ്ഡലം നിങ്ങൾ അഭിമാനമായി പറയുന്ന സമയത്ത് ചേലക്കര മണ്ഡലത്തിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട 10-28,000 വോട്ടുകളുടെ കണക്ക് ഡോക്ടർ ജിൻഡോ ജോൺ ചോദിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ സിറ്റിംഗ് സീറ്റാണ്. പിന്നെ ചേലക്കരയെ കേരളത്തിലെ മറ്റേതെങ്കിലും മണ്ഡലവുമായിട്ട്, ഇപ്പോൾ കണ്ണൂരിലെ കുത്തക മണ്ഡലങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ താരതമ്യം ചെയ്യാൻ കഴിയുമ്പോൾ നിങ്ങളുടെ കോട്ടയല്ലേ? രാധാകൃഷ്ണൻ എന്ന് പറയുന്ന എക്കാലത്തെയും ജനകീയനായ നേതാവിന്റെ കോട്ടയായിരുന്നില്ലേ അത്? ആ ചേലക്കരയെ ഈ പറയുന്ന ഏതെങ്കിലും മണ്ഡലങ്ങളുമായിട്ട്, നിങ്ങളുടെ നേരത്തെ പറഞ്ഞതുപോലെയുള്ള കുത്തക കോട്ട മണ്ഡലങ്ങൾക്കപ്പുറത്തേക്ക് താരതമ്യം ചെയ്യാൻ കഴിയില്ല. അവിടെ നിങ്ങൾക്കുണ്ടായ വോട്ട് നഷ്ടം എന്ന് പറയുന്നത് അതും ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ശരിയാണ്. 9 വർഷം ഇരിക്കുന്ന സംസ്ഥാന ഒരു സർക്കാരിന് സ്വാഭാവികമായി നേരിടേണ്ടി വരുന്ന പല ചോദ്യങ്ങളും രാഷ്ട്രീയ വിമർശനങ്ങളും അപ്പുറത്ത് നിൽക്കുമ്പോഴാണ്. എങ്കിലും അത് അത്ര അഭിമാനാർഹമായി നിങ്ങൾക്ക് എടുത്തു പറയാൻ കഴിയുന്ന ഒരു സംഖ്യയായിരുന്നോ? അല്ല മാധു, സമാനമായ നിലയിൽ തന്നെ ഇവരുടെ കോട്ടയായിരുന്ന 2 നിയോജക മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ്, അതായിരുന്നല്ലോ ജിൻഡോ ആദ്യം കോട്ട് ചെയ്തത്. പുതുപ്പള്ളി പോലെ തൃക്കാക്കര പോലെ അവരുടെ കോട്ടയായിരുന്ന 2 നിയോജക മണ്ഡലങ്ങൾ. ആ 2 നിയോജക മണ്ഡലങ്ങളെയും പ്രതികരിച്ചുകൊണ്ടിരുന്ന ജനപ്രതിനിധികളുടെ മരണം, അതിൻ്റെ തുടർച്ചയിലുണ്ടായിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പ്, ആ ഉപതെരഞ്ഞെടുപ്പ് വിജയത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണല്ലോ ജിൻഡോ അല്പം മുൻപ് എന്താ പറയുക, ഇടതുപക്ഷ ഗവൺമെന്റിനെതിരായിട്ടുള്ള ജനങ്ങളുടെ വിലയിരുത്തലാണ് എന്നുള്ളൊരു ഭാഷ ചമച്ചിട്ടുള്ളത്. സ്വാഭാവികമായും അത്തരമൊരു ഭാഷ ചമയ്ക്കുമ്പോൾ ആ വിധത്തിലുള്ള ഒരു എന്താ പറയുക ഭരണവിരുദ്ധ വികാരം കേരളത്തിനകത്തുണ്ടെങ്കിൽ, ജനങ്ങളാകെ ഈ ഗവൺമെന്റിനെതിരായുള്ള നിലപാട് സ്വീകരിക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ അതേ അർത്ഥത്തിലുള്ള പ്രതിഫലനം ചേലക്കരയിലും ഉണ്ടാകണമല്ലോ എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇനി അതിനപ്പുറത്തേക്ക് ജിൻഡോ സൂചിപ്പിച്ച പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ കണക്ക് വെച്ചുകൊണ്ടാണ്, ഇതേ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഇതിന് തൊട്ട് മുൻപുണ്ടായിരുന്നു 2019 ജിൻഡോ. 2019 നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ നിയോജക മണ്ഡലങ്ങളുടെയും ബൂത്തുകളുടെയും കണക്ക് വെച്ചുകൊണ്ടാണ് 2021 നിങ്ങൾ വീണ്ടും തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി വന്നത്. അന്ന് നിങ്ങൾ കണ്ടതാണല്ലോ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേൺ അല്ല എന്നുള്ളതും. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ സംബന്ധിച്ച് കേരളത്തിലെ ജനങ്ങളുടെ തീരുമാനം എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ച് ജനങ്ങൾ അടയാളപ്പെടുത്തിയതിന്റെ അനുഭവം നമ്മൾ കണ്ടല്ലോ. ഇനി ജിൻഡോ പറഞ്ഞല്ലോ, വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് എണ്ണിപ്പറയാം. നിലമ്പൂർ മണ്ഡലത്തിനകത്തും കേരളത്തിനകത്തും നടത്തിയുള്ള വികസന പ്രവർത്തനങ്ങൾ എണ്ണിപ്പറയുന്നതിന് വേണ്ടി ഒരു തർക്കവുമില്ല. ഈ 16-ന് മുൻപായിരുന്നു എന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട മാധു, ഈ സമയത്ത് നമുക്ക് ഈ പ്രൈം ടൈം ചർച്ചയെ നടത്താൻ വേണ്ടി കഴിയില്ല. കാരണം അന്നത്തെ ഇവരുടെ MLA തന്നെയായിരുന്നു ഈ കേരളത്തിനകത്തുള്ള വൈദ്യുതി മന്ത്രി. ഈ സമയത്തായിരിക്കും മിക്കവാറും പവർ കട്ട് ഉണ്ടാകാൻ വേണ്ടി സാധ്യത ഉള്ളത്. അപ്പൊ അങ്ങനെ ഒരു പവർ കട്ട് സമയത്ത് വന്നിരുന്ന എന്തായാലും നമുക്ക് ഈ ഒരു ചർച്ച നയിക്കാൻ വേണ്ടി കഴിയില്ലായിരുന്നല്ലോ. ആ കാലത്ത് നിന്നും കേരളം ഒരുപാട് മാറി എന്നുള്ളതിനെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ ജിൻഡോ തയ്യാറാവേണ്ടതായിട്ടുണ്ട്. ഇനി നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ മാത്രം ഈ കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ 197 കുടുംബങ്ങൾക്ക് പട്ടയം വിതരണം ചെയ്ത ഗവൺമെന്റാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നാടിനകത്ത് അധികാരത്തിലേറി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് 6,999 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് 7 കുടിവെള്ള പദ്ധതികൾ ഈ നിയോജക മണ്ഡലത്തിനകത്ത് നടപ്പാക്കിയിട്ടുള്ള
ഗവൺമെന്റാണ് ഇവിടെ അധികാരത്തിലുള്ളത്. ഇവിടുത്തെ ആദിവാസി മേഖലയിൽ മാത്രം 4,92,00,000 രൂപയുടെ പദ്ധതികൾ, വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ ഈ കാലയളവിനകത്ത് അനുവദിച്ച ഗവൺമെന്റാണ് ഇവിടെ അധികാരത്തിലുള്ളത്. കഴിഞ്ഞ 9 വർഷക്കാലം നിലമ്പൂരിനകത്ത് മുന്നോട്ട് പോയിട്ടുള്ളത്. ഈ നിലയ്ക്ക് കഴിഞ്ഞ നിലമ്പൂർ മണ്ഡലത്തിലെ മാത്രം സ്കൂളുകളുടെ വികസനവുമായി ബന്ധപ്പെട്ട്, പൊതുവിദ്യാലയങ്ങളുടെ വികസനവുമായി ബന്ധപ്പെട്ട് മാത്രം 42 കോടി രൂപ ചെലവഴിച്ചിട്ടുള്ള ഒരു ഗവൺമെന്റാണ്. അതേപോലെ തന്നെ ഇവിടുത്തെ റോഡുകളുമായി ബന്ധപ്പെട്ട്, പാലങ്ങളുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ 9 വർഷക്കാലത്തിനിടയിൽ 23 റോഡുകളുടെ നിർമ്മാണം 290 കോടി രൂപ, 75 ലക്ഷം രൂപ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പൂർത്തീകരിച്ച ഒരു ഗവൺമെന്റ്. കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പാണ് സർക്കാർ പുറത്തിറക്കിയത്. അതാണ് CPM-ന്റെ വലിയ ആത്മവിശ്വാസം എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ രണ്ടുപേരോടും എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഇന്ന് പാലക്കാടുണ്ടായ കയ്യാങ്കളിയെ കുറിച്ചാണ്. ഒരു സ്ഥാനാർത്ഥി നോമിനേഷൻ നൽകുന്നു, മറ്റൊരു സ്ഥാനാർത്ഥി മണ്ഡലത്തിൽ കാല് വെക്കുന്നു. ആ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കാണ് കൂടുതൽ മസിൽ പവർ എന്ന് പരീക്ഷിച്ചുകൊണ്ടാണ് ഇന്ന് നിങ്ങൾ അവിടെ അംഗം കുറിച്ചത്. ഇത് നിങ്ങൾക്ക് അഭിമാനാർഹമായ ഒരു നിലപാടും തുടക്കവുമാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഡോക്ടർ ജിൻഡോ ജോൺ ആദ്യം മറുപടി. അല്ല മാധു, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഒരു നല്ല മാതൃകയായിട്ട് ഞങ്ങൾ കരുതുന്നില്ല. തെരഞ്ഞെടുപ്പ് സമയത്ത് അക്രമം നടത്തുക എന്നുള്ളത് ഇവരുടെ ഒരു പ്രഖ്യാപിത നിലപാടിൻ്റെ ഭാഗമാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ പാകിസ്ഥാൻ്റെ തീവ്രവാദികൾ വന്ന് പഹൽഗാമിലെ പാവപ്പെട്ട മനുഷ്യരെ പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് കൊല്ലുമ്പോൾ യുദ്ധം പാടില്ല എന്ന് പറഞ്ഞ് മാനവികത ഉയർത്തിപ്പിടിക്കുന്ന CPM-ന്റെ സ്ഥാനാർത്ഥി നിലമ്പൂർ കാലുകുത്തുന്ന സാഹചര്യത്തിലാണ് പാവപ്പെട്ട UDF-ന്റെ പ്രവർത്തകരെ CPM-ന്റെ ആളുകൾ അക്രമം നടത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. എങ്ങനെ ഇതുണ്ടാകുന്നത്? അപ്പോൾ നമ്മൾ ഈ മാനവികതയൊക്കെ ഇന്ത്യയുടെ അതിർത്തിയിൽ മാത്രം പോരാ, ഈ CPM-ന് ശേഷിയുള്ള സ്ഥലങ്ങളിലും കൂടി അത് കാണിക്കണം. CPM പ്രവർത്തകർ ഗാന്ധിജിയുടെ സ്തൂപം വരെ തകർക്കുന്ന സാഹചര്യം ഉണ്ടായി. ആളുകളുടെ അടുക്കളയിൽ സ്ഥാപിച്ചാൽ പോലും ഗാന്ധി സ്തൂപം തകർക്കുമെന്ന് വെല്ലുവിളിക്കുന്നു നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ അക്രമത്തിനെതിരായിട്ടുള്ള ഒരു നിലപാട് കൂടി മാനവികത ഉയർത്തിപ്പിടിക്കുമ്പോൾ TP ചന്ദ്രശേഖരന്റെ മരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും അത്തരം നിലപാടുകൾ ഉണ്ടാവണം. ഞാൻ വിചാരിക്കുന്നത് അത്തരത്തിൽ അക്രമത്തിലേക്ക് പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഉണ്ടാകരുത് തന്നെയാണ്. അതൊരു UDF-ന്റെ ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തകൻ എന്നുള്ള നിലയിൽ തന്നെയാണ് പറയുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട ഒരു വ്യാജ സ്ക്രീൻഷോട്ട് ഇപ്പോൾ പുറത്തിറക്കി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സമയത്താണെങ്കിൽ കാഫിർ സ്ക്രീൻഷോട്ട് പുറത്തിറക്കി. ഇത്തരം സ്ക്രീൻഷോട്ടുകളൊക്കെ ഉത്തരവാദിത്തപ്പെട്ട CPM-ന്റെ നേതാക്കന്മാരാണ് പ്രചരണത്തിന് നേതൃത്വം കൊടുക്കുന്നത്. അപ്പോൾ ഈ അക്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ ആരാണെന്ന് നമുക്കറിയാം. ഇതിനെ കൃത്യമായിട്ട് നിയന്ത്രിക്കേണ്ടത് ഉന്നതമായ മാനവിക മൂല്യങ്ങൾ പുലർത്തുന്ന സ്ഥാനാർത്ഥി കൂടിയാണ്. ഒരു മിനിറ്റ്, ശ്രീ PM ആർ ഷോ, അങ്ങനെ ഇന്ന് M സ്വരാജിന് മുദ്രാവാക്യം വിളിക്കാനും അദ്ദേഹത്തെ സ്വീകരിച്ചാനയിക്കാനും എത്തിയ ആളുകൾ ഏകപക്ഷീയമായി നടത്തിയ അക്രമമാണോ ഇന്ന് നിലമ്പൂരിൽ കണ്ടത്? ഇന്നവിടെ നടന്നിട്ടുള്ള ആക്രമണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ദൃശ്യങ്ങൾ കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങൾക്കും ലഭ്യമായിട്ടുള്ള ദൃശ്യങ്ങളാണ്. ഏകപക്ഷീയമായി അവിടെ മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രവർത്തകർ അഴിച്ചുവിട്ട അവിടെ നടത്തിയ ആക്രമണത്തെ ഒഴിവാക്കുന്നതിന് വേണ്ടിയും അത് കൂടുതൽ പ്രയാസങ്ങളിലേക്ക് പോകാതെ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് അവിടെ ഉണ്ടായിരുന്ന ഉത്തരവാദിത്തപ്പെട്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ ഇടപെട്ടതും നടത്തിയിട്ടുള്ളതും എന്നുള്ളത് ആ ദൃശ്യങ്ങളാകെ പരിശോധിക്കുന്ന ഘട്ടത്തിൽ തന്നെ നമുക്ക് ബോധ്യപ്പെടുന്ന ഒന്നാണ്. ഇനിയും ഈ പറഞ്ഞ പോലെ വലിയ ആക്രമണത്തെ സംബന്ധിച്ചൊക്കെ ജിൻഡോ പറയുന്നത് ഏത് തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് എന്നുള്ളത് കൂടി നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പാണ് കടന്നു വന്നുള്ളത്. നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ കോൺഗ്രസിന് അക്രമ വിരുദ്ധതയെ സംബന്ധിച്ച് പറയാൻ തെല്ലൊന്നും ഉളുപ്പ് പോരാ എന്ന് ആവർത്തിച്ച് പറയുകയാണ്. ഇതേ നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ചുറ്റികരിവാൾ നക്ഷത്ര മടയാളത്തിൽ വിജയിച്ച ഒരു സഖാവ് ഉണ്ടായിരുന്നു. കേരള നിയമസഭയിൽ MLA ആയി സഖാവ് കുഞ്ഞാലി, ഏറനാടിന്റെ ഏറ്റവും പ്രിയപ്പെട്ട വിപ്ലവകാരി സഖാവ് കുഞ്ഞാലിയെ വെടിവെച്ച് കൊലപ്പെടുത്തിയ ഇതേ കോൺഗ്രസിന്റെ പിന്മുറക്കാർ ഇതേ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ വന്നു നിന്ന് ഇടതുപക്ഷത്തിന്റെ അക്രമം എന്നൊക്കെ പറയുമ്പോൾ കുഞ്ഞാലിയുടെ ഓർമ്മകൾ ഇന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്ന നിലമ്പൂരിലെ ജനത അത് തിരിച്ചറിയുമെന്ന് മാത്രം അതിന്റെ ഭാഗമായിട്ട് സൂചിപ്പിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ജിൻഡോ നേരത്തെ സൂചിപ്പിച്ചു വ്യാജ പ്രചരണങ്ങൾ എന്നുള്ള നിലയ്ക്ക്. എന്റെ പൊന്ന് ജിൻഡോ, ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കപ്പെട്ട ഘട്ടം മുതൽ ഇങ്ങോട്ട് നിങ്ങളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യാജ പ്രചരണങ്ങൾ നാട് കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ അങ്ങിലേക്ക് വരാം ബ്രേക്കിന് ശേഷം. ഹർഷ പെട്ടെന്ന് പൂർത്തിയാക്കോ. ഇതേ വ്യാജ പ്രചരണത്തെ സംബന്ധിച്ച് പറഞ്ഞ ഇതേ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് മുതൽ UDF-ന്റെ സൈബർ അണികൾ അടക്കമുള്ള ആളുകൾ ഇന്ന് വൈകുന്നേരം വരെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് എന്താ? നമ്മുടെയൊക്കെ മനസ്സിൽ എല്ലാ കാലഘട്ടത്തിലും നോവായിരിക്കുന്ന 2023 ഓഗസ്റ്റ് മാസം 8-ാം തീയതി കവളപ്പാറയിൽ ഉണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തം, നിരവധി മനുഷ്യരുടെ
50-ന് മുകളിൽ മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെട്ട, നമ്മളാകെ പ്രയാസത്തിലായി, ഈ നാടാകെ ഒരുപോലെ കണ്ണീരണിഞ്ഞ ഒരു സന്ദർഭം. ആ ഘട്ടത്തെ സംബന്ധിച്ച് കവളപ്പാറ ദുരന്തം ഉണ്ടായിരുന്നപ്പോൾ സ്വരാജ് എവിടെയായിരുന്നു? സ്വരാജ് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് 19 സ്വരാജ് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന നിലയിലേക്ക് ഇവർ നടത്തിക്കൊണ്ടിരുന്ന വ്യാജ പ്രചരണം ഉണ്ടല്ലോ. കവളപ്പാറ ദുരന്തം ഉണ്ടായിരുന്ന സമയത്ത് ആ മണ്ഡലത്തിലുള്ള തൃപ്പൂണിത്തുറ നിയോജക മണ്ഡലത്തിലെ MLA ആയിരുന്ന സ്വരാജ് തൊട്ടടുത്ത മണിക്കൂറുകളിൽ കവളപ്പാറയിലെത്തിയ ആ പ്രദേശത്തെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടെ, രക്ഷാപ്രവർത്തനങ്ങളിൽ ഉൾപ്പെടെ വളരെ സജീവമായി നിന്നതിൻ്റെ ദൃശ്യങ്ങൾ, മറ്റ് വിശദാംശങ്ങളൊക്കെ ഈ നാടിൻ്റെ മുൻപിലുണ്ട്. ആ ഘട്ടത്തിലും വളരെ നീചമായി ഒരു ദുരന്തമുഖത്തെ കൂട്ടിച്ചേർത്ത് വെച്ചുകൊണ്ട് വളരെ തെറ്റായ കള്ളപ്രചരണങ്ങൾ ആവർത്തിച്ച് നടത്തുന്നതിന് നേതൃത്വം കൊടുക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ്. അപ്പൊ ഈ നിലയിൽ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളെയും തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ പക്വതയും ആർജവും നിലമ്പൂരിലെ ജനതയ്ക്കുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഇനി ലോകസമാധാനവുമായി ബന്ധപ്പെട്ട്, വംശഹത്യയുമായി ബന്ധപ്പെട്ട്, മനുഷ്യക്കുരുതിയുമായി ബന്ധപ്പെട്ട്, ബന്ധപ്പെട്ട്, ഭീകരപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കഠിനമായ, ഇത്രമേൽ വളരെ ഡയറക്റ്റായ രാഷ്ട്രീയ യുദ്ധമാണ് അവിടെ CPM-ഉം അല്ലെങ്കിൽ ഇടതുമുന്നണിയും UDF-ഉം തമ്മിൽ കളമൊരുങ്ങിയിരിക്കുന്നത്. അതിനിടയിൽ അൻവർ ഒരു നിർണായക ശക്തിയാണ് എന്ന പ്രതീതി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് സ്വാധീനിക്കാൻ കഴിയുന്ന വോട്ടുകൾ കൃത്യമായും നിലമ്പൂരിലുണ്ട്. 2 തവണ അവിടെ MLA ആയിരുന്ന ഒരാൾക്ക്, കുടുംബ ബന്ധങ്ങളുള്ള ഒരാൾക്ക്, ജനങ്ങളെ പ്രതിനിധീകരിച്ചിരുന്ന ഒരാൾക്ക് അവിടെ സ്വാധീനിക്കാൻ കഴിയുന്ന വോട്ടുകളൊക്കെയുണ്ട്. പക്ഷേ അങ്ങനെ സ്വാധീനിക്കാൻ കഴിയുന്ന വോട്ടുകളെ നിർണ്ണയിക്കാൻ കഴിയുന്നതൊരു രാഷ്ട്രീയ സ്ഥൈര്യം വേണ്ടേ? അദ്ദേഹം ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ സ്വീകരിച്ച നിലപാടുകളെ തന്നെ കൂട്ടി നോക്കിയിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒരു ലക്ഷ്യബോധമുള്ളൊരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയ്ക്ക് പരിഗണിക്കാൻ കഴിയുന്ന തരത്തിലാണോ അദ്ദേഹം വികാരാധീനനാവുന്നു? സ്വാഭാവികമായും മനുഷ്യനാണ് വികാരാധീനനാവും, രാഷ്ട്രീയക്കാർ വികാരാധീനനാവരുത് എന്നൊന്നുമില്ല. പക്ഷേ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്ക് ഒരു കൃത്യത വേണ്ട. ഇന്ന് രാവിലെ പറയുന്നു UDF-ലേക്ക് ഇനി ഇല്ല എന്ന്. അദ്ദേഹം മത്സരിക്കുന്നില്ല, ഞാൻ മത്സരിക്കുന്നില്ല, എനിക്ക് ത്രാണിയില്ല, കാശില്ല എന്ന് പറയുന്നു. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ആ നിലപാടിൽ മാറ്റമുണ്ടാകുമെന്നുള്ളതാണ് നിങ്ങൾ പറയുന്നത്. ഒരു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം ഈ തിരഞ്ഞെടുപ്പ് ഉണ്ടായത് എങ്ങനെ എന്നത് പോലും പരിഗണിക്കുന്ന, കാണുന്ന നിലമ്പൂരുകാർ എങ്ങനെ വിശ്വസിക്കും PV അൻവറിനെ? ശ്രീ സുഗങ്ങി, കേൾക്കാമോ? അല്ല, PV അൻവറിനെ നിലമ്പൂരിലെ ജനത വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണല്ലോ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ. നമുക്കറിയാം എങ്ങനെ CPM PV അൻവറിലേക്ക് എത്തിയത്. PV അൻവർ 2014 തെരഞ്ഞെടുപ്പിൽ വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ്. CPM-ൻ്റെ നമുക്കറിയാലോ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ CPI-യുടെ സീറ്റ് അന്ന് സഖാവ് സത്യൻ മൊകേരിയാണ് അവിടെ മത്സരിക്കുന്നത്, ഷാനവാസു UDF-ൻ്റെ സ്ഥാനാർത്ഥിയായിട്ട്. അന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് രംഗപ്രവേശം ചെയ്ത ശ്രീ PV അൻവർ നിലമ്പൂരിൽ ഏകദേശം 7000-നും 8000-നും ഇടയിൽ വോട്ട് സമ്പാദിക്കുകയാണ്. ആ വോട്ട് ഷെയർ ആണ് CPM-നെ അൻവറിലേക്ക് തിരിക്കുന്നത്. അങ്ങനെയാണ് 2016 തെരഞ്ഞെടുപ്പിൽ PV അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ നിലമ്പൂർ അസംബ്ലി നിയോജക മണ്ഡലത്തിൽ വേരുകളുള്ള, ജനസ്വാധീനമുള്ള ഒരു സ്ഥാനാർത്ഥിയാണെന്ന് CPM കണ്ടെത്തുന്നത്. ഇനി മറ്റു വിഷയങ്ങളിലേക്ക്, താങ്കൾ ചോദിച്ച ചോദ്യങ്ങളിലേക്ക് വരാം. അൻവറിന് എവിടെയാ സ്ഥിരത കുറവുണ്ടായിട്ടുള്ളത്? അദ്ദേഹം ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി, അത് ജനങ്ങളുമായി ബന്ധപ്പെട്ട ഒട്ടനവധി പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഇറങ്ങിപ്പോന്നതിന് ശേഷം UDF-ന് കത്ത് കൊടുത്ത കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. ആ കത്ത് കൊടുത്തതിൽ ലാഗിങ്, അതിൽ ശരിയായൊരു തീരുമാനമെടുക്കാതിരുന്നതിൻ്റെ ഭാഗമായിട്ട് അല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ എത്ര വഷളായി മാറിയത്? അത് കോൺഗ്രസിൻ്റെ ചില താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ചില ആളുകൾ പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായിട്ടല്ലേ? ശ്രീ സുഖം, ഇപ്പോൾ അദ്ദേഹം പുറപ്പെട്ടു വരുന്ന സമയത്ത് അദ്ദേഹം ഉയർത്തിയ ആരോപണങ്ങൾ, അതിനുശേഷം ഇന്ന് പോലും ഉയർത്തുന്ന ആരോപണങ്ങൾ, അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ രാഷ്ട്രീയം. പക്ഷെ അതിനുശേഷം അദ്ദേഹം DMK-യുമായി നടത്തുന്ന ചർച്ചകൾ, തൃണമൂൽ കോൺഗ്രസുമായി നടത്തുന്ന ചർച്ചകൾ, കോൺഗ്രസിലുമായി നടത്തുന്ന ചർച്ചകൾ, ലീഗുമായി നടത്തുന്ന ചർച്ചകൾ, ഓരോ ചർച്ചകൾക്ക് ശേഷവും നടത്തുന്ന പ്രതികരണങ്ങൾ എന്നൊക്കെ പറയുന്നയിടത്തെ ഒരു പക്വതയില്ലായ്മയെക്കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് രാഷ്ട്രീയ നീക്കങ്ങളൊക്കെ എല്ലാവരും നടത്തും. അദ്ദേഹം മനസാക്ഷി വോട്ടിന് ആഹ്വാനം ചെയ്താൽ അതിനെ പോലും സ്വാധീനിക്കാൻ കഴിയുന്ന വോട്ടുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോഴും ഉണ്ട് അൻവർ വിശ്വസിക്കുന്നത് പോലെ എന്ന് തന്നെ ഇരിക്കുക. എന്നാൽ പോലും ഒരു മനുഷ്യനോട് ആഹ്വാനം ചെയ്യണമെങ്കിൽ
ദാ ഇന്നയാൾക്ക് വോട്ട് ചെയ്യൂ എന്നൊരാൾ പറയണമെങ്കിൽ അയാൾക്കൊരു ബോധ്യമുണ്ടാവണ്ടേ ആർക്ക് വോട്ട് ചെയ്യണം എന്ന് പറയണമെന്ന്. ആ നിലയ്ക്ക് പോലും ഒരു കൃത്യത കാണിക്കാത്തൊരു സാഹചര്യം അദ്ദേഹത്തിന്റെ എല്ലാ ദിവസത്തെയും പ്രതികരണങ്ങളിൽ ഉണ്ടാവുകയാണ്. ദാ ഇപ്പോൾ മത്സരിച്ച കഴിഞ്ഞ ദിവസം ശ്രീ EA സുകു മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിക്കുന്ന സമയത്ത് അങ്ങ് പോലും പറയാൻ ഒരുങ്ങി നിന്നത് PV അൻവർ മത്സരിക്കും എന്നാണ്. പിന്നീട് അങ്ങ് അതിൽ നിന്ന് പിന്നോട്ട് പോയി. അതിനുശേഷം PV അൻവർ ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കാണുന്ന സമയത്ത് അദ്ദേഹം മത്സരിക്കും എന്താ ഒരു പ്രഖ്യാപനവുമില്ല. വെറുതെ മാധ്യമങ്ങളെ കാണുക, ആവർത്തിച്ച കാര്യങ്ങൾ പിന്നെയും പിന്നെയും ആവർത്തിക്കുക, പാസ്പോർട്ടിന്റെ കാര്യം പറയുക, ഇതൊക്കെ പ്രശ്നങ്ങളാണ്. പക്ഷെ അത് പറയാനുള്ള, അത് ഉയർത്താനുള്ള ഒരു രാഷ്ട്രീയ സ്ഥൈര്യം വേണ്ടതില്ലേ നേതാക്കൾക്ക്? ഇത് ആരാണ് അദ്ദേഹത്തെ ഇങ്ങനെ ഉപദേശിക്കുന്നത്? PV അൻവറിന് ശ്രീമതി മാധു, PV അൻവറിന് ഒരു ആശയവ്യക്തത കുറവില്ല. അത് നമുക്ക് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ബോധ്യം വരാൻ വേണ്ടി പോവുകയാണ്. അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടി പോവുകയാണ്. ഒരു വ്യക്തത കുറവും ഒരു ആശയ ദാരിദ്ര്യവും ശ്രീ PV അൻവറിന് ഉണ്ടായിട്ടില്ല. ശരി, ഡോക്ടർ ജിൻഡോ ജോൺ, ഇപ്പോൾ നേരത്തെ ശ്രീ PM മാഷോ നേരിട്ട് ഉന്നയിച്ച പല കാര്യങ്ങൾ, നിങ്ങൾ തിരഞ്ഞെടുപ്പിൽ കളിക്കുന്ന ചില കളികളെ കുറിച്ചാണ്. M സ്വരാജ് എന്നൊരു പേര് പ്രഖ്യാപിക്കപ്പെട്ടതിന് പിന്നാലെ വളരെ ഐക്യബുദ്ധിയോടുകൂടി നിങ്ങൾ വ്യക്തിപരമായ ആക്രമണത്തിന്റെ കെട്ടഴിച്ചു വിടുന്നു എന്നുള്ളതാണ് CPM പറയുന്നത്. നിരന്തരമായ അദ്ദേഹത്തെ വ്യക്തിഹത്യ ചെയ്യുക, നിരന്തരമായ അദ്ദേഹത്തിന്റെ കുറിച്ച് സംസാരിക്കുക, ആ ഒരൊറ്റ പേര്, ആ ഒരൊറ്റ മുഖം CPMന്റെ കാൻഡിഡേറ്റ് ആയി വരുന്ന സമയത്ത് നിങ്ങളുടെ സംഘടനാ സംവിധാനം പോരാതെ വരും നിലമ്പൂരിൽ എന്നൊരു തോന്നലുണ്ടാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇത് ആരാം അത് പറയുന്നത്? CPM വ്യക്തിഹത്യയെ കുറിച്ചിട്ട് പുതുപ്പള്ളി ബൈ ഇലക്ഷന് ഉമ്മൻചാണ്ടിയുടെ മകളുടെ ഉടുപ്പും ബാഗും ചെരുപ്പും വരെ എണ്ണി പറഞ്ഞ് അതിനെ വ്യക്തിഹത്യ നടത്തി അത്രയും വരുമോ? പാലക്കാട് ബൈ ഇലക്ഷനിൽ ജാതിയും മതവും പറഞ്ഞ് പത്രപരസ്യം വരെ കൊടുക്കുന്ന രീതിയിൽ നടത്തിയ വ്യക്തിഹത്യയും ജാതി അധിക്ഷേപവും മതാധിക്ഷേപവും അതുപോലെ വരുമോ? കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി ഷാഫി പറമ്പിലിനെ തോൽപ്പിക്കാൻ നോക്കിയ അത്രയും വരുമോ? കേരളത്തിലെ ഏത് തെരഞ്ഞെടുപ്പിലാണ് CPMന് വ്യക്തിഹത്യ നടത്താതെ തെരഞ്ഞെടുപ്പിന് അഡ്രസ്സ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്? CPM ആണ് വ്യക്തിഹത്യക്കെതിരെ കേരളത്തിൽ ഇത് പറയാൻ ഏറ്റവും യോഗ്യർ. നമ്മൾ സമ്മതിച്ചു പോകുന്നു. ഇവരെ കാണുമ്പോഴാണ് കേരളത്തിലെ തിരുവനന്തപുരം മൃഗശാലയിലേക്ക് കണ്ടാമൃഗമൊക്കെ സ്വയം തോലുരിഞ്ഞ് AKG സെൻറ്ററിൻ്റെ മുമ്പിൽ വെച്ച് സാഷ്ടാംഗം പ്രണമിക്കും. ഇവരെ അത്രത്തോളം ഇളിഭ്യമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് അവർ പറയുന്നത്. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ പറഞ്ഞ LDF സ്ഥാനാർത്ഥിയെ കുറിച്ചിട്ട് മോശമായി പറഞ്ഞു എന്ന്, ഈ പ്രളയ സമയത്ത് അയ്യപ്പനും മാളികപ്പുറവും തമ്മിൽ കല്യാണം കഴിച്ചു, അയ്യപ്പൻ്റെ ബ്രഹ്മചര്യം പോയി എന്ന് ഇപ്പോഴത്തെ LDF സ്ഥാനാർത്ഥി പറഞ്ഞത് ഇല്ലാത്ത കഥയാണോ? അദ്ദേഹത്തിൻ്റെ സ്വന്തം പ്രസ്താവനയല്ലേ? ഇനി VS അച്യുതാനന്ദന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെന്ന് പറഞ്ഞത് ഇല്ലാത്ത കഥയാണോ? അതിനെക്കുറിച്ച് VS അച്യുതാനന്ദൻ പറഞ്ഞത് ഇല്ലാത്ത കഥയാണോ? ഞങ്ങളാരും പറഞ്ഞതല്ലല്ലോ. CPIയുടെ, ഇവരുടെ ഘടകകക്ഷിയായിട്ടുള്ള CPIയുടെ കൊടി പീറ തുണിയാണെന്ന് അദ്ദേഹം ആക്ഷേപിച്ചതും അതിന് തിരിച്ച് CPIക്കാർ ചരിത്രം അറിയാത്ത കപ്പലണ്ടി കമ്മ്യൂണിസ്റ്റുകാരനെന്നും വ്യാജ കമ്മ്യൂണിസ്റ്റെന്നും ഇയാളുടെ തലയിൽ തക്കാളി കൃഷി നടത്തണമെന്നും ഇത്തരത്തിലുള്ള ചാര സന്തതികളെ സൂക്ഷിക്കണമെന്നൊക്കെ ലേഖനം എഴുതിയത് ജനയോഗത്തിൽ ഞങ്ങൾ പറഞ്ഞതാണോ? ഇതൊക്കെ ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിലുള്ളതല്ലേ? ഇതൊന്നും വ്യാജമല്ല മാധു. അപ്പൊ ഇത് പൊതുസമൂഹത്തിൽ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളായിട്ട് ആളുകൾ മത്സരിക്കുമ്പോൾ അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആളുകൾ ചർച്ച ചെയ്യും. ഇതിന് കോൺഗ്രസിന് എന്ത് ഉത്തരവാദിത്തം പറയാൻ പറ്റും? ഇനി രണ്ടാമത്തത് കുഞ്ഞാലി വധത്തെ കുറിച്ചിട്ട് ആർഷോ പറയുന്നു. ആർഷോ തന്നെ പറയണം, നിങ്ങൾ കുഞ്ഞാലി വധത്തെ കുറിച്ച് നിലമ്പൂര് പറയണം. ഈ കുഞ്ഞാലി വധത്തിന്റെ പേരിൽ ഒരുപാട് പതിറ്റാണ്ട് നിങ്ങൾ ആക്ഷേപിച്ച ആര്യാടൻ മുഹമ്മദിനെ നിങ്ങൾ എന്തിനാ പിന്നെ CPM നേരിട്ട് പിന്തുണച്ചത്? നിങ്ങൾ എന്തിനാ പിന്തുണച്ചത്? നിങ്ങളുടെ സഖാവ് കുഞ്ഞാലിയെ കൊന്നു എന്ന് നിങ്ങൾ ആക്ഷേപിക്കുന്ന അതേ വ്യക്തിയെ തന്നെ നിങ്ങൾ പിന്തുണച്ചിട്ടുണ്ടല്ലോ ആർഷോ. അതിനെക്കുറിച്ച് എന്താ പറയാൻ പറ്റാത്തത്? സ്വന്തം സഖാവിനെ കൊന്നു എന്ന് പറയുന്ന ആളെ നിങ്ങൾ പിന്തുണച്ചിട്ടില്ലേ തെരഞ്ഞെടുപ്പിൽ? അപ്പം നിങ്ങൾക്ക് സൗകര്യമുള്ളപ്പോൾ ഈ പറഞ്ഞ സഖാക്കന്മാരെ നിങ്ങൾ രക്തസാക്ഷികളും സൗകര്യപ്പെടാത്തപ്പോൾ അങ്ങ് മറവിയിലേക്കും തള്ളിവിടുന്ന ആ പരിപാടി ആദ്യം നിർത്തണം. ഇനി അടുത്തത് നിങ്ങൾ പറഞ്ഞ വികസനത്തെ കുറിച്ചിട്ട്, വലിയ വികസനമാണ് അവിടെ നടത്തിയതെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ ബൈ ഇലക്ഷനിൽ പ്രിയങ്ക ഗാന്ധിക്ക് നിലമ്പൂർ മണ്ഡലത്തിൽ നിന്ന് മാത്രം 60,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടിയത്. നിങ്ങളുടെ വികസനം എന്തേ ആ നാട്ടിലെ ആളുകൾ കണ്ടില്ലേ? അതിനു മുമ്പ് രാഹുൽ ഗാന്ധി കിട്ടിയ ഭൂരിപക്ഷം നിങ്ങൾ ഇപ്പോഴും 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF ജയിച്ചല്ലോ, അത് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജയിച്ചതല്ലേ എന്നും പറഞ്ഞ് ആ പഴയ സ്ട്രാറ്റജി പറഞ്ഞുകൊണ്ടിരുന്നോ? അന്ന് നിങ്ങൾക്ക് കോവിഡ് ഉണ്ടായിരുന്നു, കോവിഡിന്റെ മറവിൽ നിങ്ങൾ പലതും ചെയ്തിരുന്നു. നിങ്ങൾക്ക് കിറ്റ് ഉണ്ടായിരുന്നു, 350 രൂപയുടെ കിറ്റ് നിങ്ങൾ 500 രൂപയ്ക്ക് കൊടുത്തും സാധാരണക്കാരെ പറ്റിച്ചിട്ടുണ്ട്. ഒരുപാട് PR പണിയുണ്ട്. അതൊന്നും ഏക്കുന്നില്ലെന്നതിന്റെ തെളിവാണ് പൊട്ടിപ്പൊളിഞ്ഞ് മഴയിൽ ഒളിച്ചു പോകുന്ന ദേശീയപാത
പാത അടക്കമുള്ള ഈ 2 കോടി രൂപയ്ക്ക് ചെലവഴിച്ച് നടത്തുന്ന റീൽസ് അടക്കമുള്ള മുഴുവൻ പ്രവർത്തനങ്ങളും കേരളത്തിലെ ജനങ്ങൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആളുകൾ നേരിട്ട് കാണുന്നു. ഇനി ഒരു കാര്യം കൂടി പറയാം. ഞങ്ങൾ MP ഗോവിന്ദനെ ഇലക്ഷന് മത്സരിക്കാൻ വെല്ലുവിളിച്ചു. അപ്പോൾ 2 സ്ഥലത്ത് MLA ആയാൽ അത് ശരിയാണോ? ഒരു ലോജിക്ക് ഇല്ല എന്ന്. നിങ്ങളുടെ M സ്വരാജ് തൃപ്പൂണിത്തറയിലെ തോൽവിക്കെതിരെ ഹൈക്കോടതിയിൽ പോയി കോടതിയിൽ തോറ്റു. ഇപ്പോൾ സുപ്രീം കോടതിയിൽ പോയിരിക്കുന്ന അദ്ദേഹത്തിന്റെ ആവശ്യം എന്താണെന്നറിയോ? അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടതായിട്ട് കൂടി അനൗൺസ് ചെയ്യണമെന്നാണ്. അപ്പൊ നിലമ്പൂരിൽ അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടാൽ അദ്ദേഹത്തിന് സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല വിധി ഉണ്ടായാൽ അദ്ദേഹം ഏത് മണ്ഡലം ഉപേക്ഷിക്കും? അതോ അദ്ദേഹത്തിന് തൃപ്പൂണിത്തറയിലെ തെരഞ്ഞെടുപ്പ് കേസിൽ ഇനി ഒരിക്കലും ജയിക്കില്ല എന്നുള്ള പൂർണ്ണ ഉറപ്പുള്ളത് കൊണ്ടാണോ ഇവിടെ വന്ന് അദ്ദേഹം മത്സരിച്ചത്? നിങ്ങളൊരു അഭിപ്രായം പറഞ്ഞ്. അപ്പൊ എങ്ങനെയാ 2 മണ്ഡലത്തിൽ ഒരാൾക്ക് MLA ആയിട്ട് ഇരിക്കാൻ പറ്റുമോ? അപ്പൊ ആർഷോ നേരത്തെ MP ഗോവിന്ദനെ ഞങ്ങൾ ക്ഷണിച്ചതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ആ ലോജിക്ക് ഇവിടെ എന്താ ആപ്ലിക്കബിൾ ആകാത്തത്? നിങ്ങൾ പറയൂ. ശ്രീ ഒറ്റ കാര്യം കൂടി ഡോക്ടർ ജിൻഡോ ജോൺ, പക്ഷേ അവിടെ CPM-ന് ഉയർത്താൻ കഴിയുന്ന വോട്ടുകൾ നിങ്ങൾ കാണുന്നുണ്ടോ? 66,000 ആയിരുന്നു അതിനു മുൻപ് ആര്യാടൻ മുഹമ്മദിന്റെ വോട്ട് എന്ന് പറയുന്നത്. അന്ന് M തോമസ് മാത്യുവിനുണ്ടായിരുന്ന 60,000 വോട്ടാണ്. ആ 60,000-ൽ നിന്ന് കഴിഞ്ഞ തവണ 77,000-ആയും പിന്നീട് 81,000-ആയും വോട്ട് ഉയർത്തി. നിലമ്പൂർ നിങ്ങളുടെ കുത്തക മണ്ഡലം, നിങ്ങൾക്ക് തദ്ദേശ സ്ഥാപനങ്ങളിലടക്കം 7-ൽ 5 ഭരണം എന്നൊക്കെ നിങ്ങൾ പറയുന്ന ഇടത്തു നിന്നാണ് ഈ 10-21,000 വോട്ട് 2 നിയമസഭാ മത്സരങ്ങളിൽ ഇടതുചേരി വിളവെടുത്തത്. അത് ആവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നത്ര എളുപ്പമായിരിക്കില്ല മത്സരം. എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് 2 കാര്യം പറയാനുണ്ടെന്ന്. അത് ഒന്ന്, നിലവിൽ അവിടെ രാജിവെച്ച LDF-ന്റെ MLA അദ്ദേഹം അവസാനം ജയിക്കുന്നത് എത്ര വോട്ടിനാ? 3,000-ൽ താഴെ വോട്ടിന്. 2,700 വോട്ട് കൂടിയപ്പോൾ UDF-നും വോട്ട് കൂടി മാധു. ആളുകൾ അല്ലേ? അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? അല്ല, അവസാനം നടന്ന തെരഞ്ഞെടുപ്പിൽ വളരെ നാരോ മാർജിനിലാണ് അദ്ദേഹം ജയിച്ചിട്ടുള്ളത്. അത് അദ്ദേഹവും LDF-ഉം CPM ഒക്കെ ഒന്നിച്ച് നിന്ന സമയത്ത്. ഇപ്പോൾ അവർ ഒന്നിച്ചല്ലോ. LDF-ൽ അദ്ദേഹമില്ല. നിലവിൽ അവിടെ ഉണ്ടായിരുന്ന MLA രാജിവെച്ചിരിക്കുന്നു. അപ്പോൾ അവർക്ക് ആ ശക്തി ഇല്ലല്ലോ. സ്വാഭാവികമായിട്ട് UDF-ന് ജയിക്കാനുള്ള സാഹചര്യമില്ലേ? നിങ്ങൾ തന്നെ പറയുന്നതനുസരിച്ചാണെങ്കിൽ UDF-ന്റെ കുത്തക മണ്ഡലമായിട്ടുള്ള നിലമ്പൂരിൽ ഞങ്ങൾ ജയിച്ചിരിക്കും. ഇനി ഒരു കാര്യം കൂടി പറയാം. ഉമ്മൻചാണ്ടി മത്സരിച്ച അവസാന തെരഞ്ഞെടുപ്പിൽ LDF-ന്റെ എക്കാലത്തെയും പ്രിയപ്പെട്ട ജയിക്ക് എത്ര വോട്ടിനാണ് തോറ്റത്? 6,000 വോട്ടിന്. അത് പറഞ്ഞല്ലേ നിങ്ങൾ ചാണ്ടി ഉമ്മനെതിരെ മത്സരിച്ചത്. എന്നിട്ട് എന്താ സംഭവിച്ചത്? ബൈ ഇലക്ഷനിൽ അന്നും നിങ്ങൾ ഇതേ കണക്കുകൾ തന്നെ പറഞ്ഞല്ലോ. കേരളത്തിലെ മാധ്യമ പ്രവർത്തകരും LDF-ന്റെ പ്രതിനിധികളും പറഞ്ഞല്ലോ. തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് എന്തായിരുന്നു? തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ നിങ്ങൾ പറയും UDF-ന്റെ കുത്തക മണ്ഡലമെന്ന്. തോൽക്കുമ്പോൾ അല്ലെ ജയിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ നിങ്ങൾ പറയും അത് ഞങ്ങൾ പോരാടിയെന്ന്. അങ്ങനെ പറയല്ലേ. ഇപ്പൊ ചേലക്കരയിൽ ഞങ്ങൾ 40,000-ൽ നിന്ന് 12,000 ആക്കി കുറയ്ക്കാൻ പറ്റിയെങ്കിൽ ഞങ്ങളുടെ വിജയമാണ്. നിലമ്പൂർ കഴിഞ്ഞ പ്രാവശ്യം 3,000-ൽ താഴെ വോട്ടിന് മാത്രം മണ്ഡലം അവിടെ ഭയം കൊണ്ടാണ് എന്ന് CPM പറയുമ്പോൾ ഇല്ലാത്തത് എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന് ഡോക്ടർ ജിൻഡോ ജോൺ ചോദിക്കുന്നു. അല്ല, ഇവരുടെ ആക്ഷേപവും ഈ പറഞ്ഞ പോലുള്ള വെല്ലുവിളികളും തുറന്നു കൊള്ളട്ടെ. ഞങ്ങൾ അതിനെ ഒരു നിലയ്ക്കും വില വെക്കാൻ വേണ്ടി പോകുന്നില്ല. ഇല്ലാത്ത കാര്യങ്ങൾ തന്നെയാണല്ലോ ഇവർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കവളപ്പാറ ദുരന്തവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഇന്ന് മാധ്യമ സമ്മേളനം വിളിച്ചു പറഞ്ഞതിനെ സംബന്ധിച്ച് ഞാൻ സൂചിപ്പിച്ചു. ഇദ്ദേഹത്തിന് മറുപടി ഉണ്ടോ? അദ്ദേഹം വളരെ നൈസായിട്ട് ആ വിഷയത്തിൽ നിന്നേ തെന്നിമാറിപ്പോയി. ഇനി ഇദ്ദേഹം സഖാവ് M സ്വരാജുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പറഞ്ഞ ഓരോ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടും കേരളത്തിന്റെ പൊതുസമൂഹത്തിനകത്ത് വലിയ തോതിൽ ചർച്ച നടത്തിയിട്ടുണ്ട്. ഇദ്ദേഹം പറഞ്ഞു VS-നെ ക്യാപിറ്റൽ പണിഷ്മെന്റ് വിധേയമാക്കണമെന്ന് സഖാവ് സ്വരാജ് പറഞ്ഞു. ഒരു ക്ലിപ്പ് ഇതുമായി ബന്ധപ്പെട്ട് കാണിച്ചു തരാൻ വേണ്ടി കോൺഗ്രസിന്റെ പ്രതിനിധിക്ക് കഴിയും. ആ നിലയ്ക്ക് പറഞ്ഞതിനെതിരായിട്ടുള്ള നിയമ നടപടികൾ ഈ നാടിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ബഹുമാനപ്പെട്ട കോടതിക്കകത്ത്. അപ്പോൾ അതൊക്കെ ഈ നാട് വിലയിരുത്തിയിട്ടുള്ളതാണ്. ഈ നാട്ടിലെ മനുഷ്യർക്ക് നല്ല ബോധ്യമുള്ളതാണ്. ഇനി അതിൻ്റെ അപ്പുറത്തേക്ക് ഇവിടെ ക്ലിപ്പുകളുള്ള ബൈറ്റുള്ള ഒരുപാട് ബൈറ്റ് ഇപ്പം എനിക്ക് പറയാൻ വേണ്ടി കഴിയും. അതിൽ ഈ പറഞ്ഞ പോലെ ഇവരുടെ തന്നെ ഇതിനു മുൻപ് ഇവിടെ മന്ത്രിയായിരുന്ന നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ MLA ആയിരുന്ന ആര്യാടൻ മുഹമ്മദിനെതിരെ ഇവരുടെ തന്നെ മുന്നണിക്കകത്തെ നേതാവ് KM ഷാജി മൈക്ക് കെട്ടി പ്രസംഗിച്ച വാചകങ്ങൾ ഈ ഫ്ലോറിനകത്ത് പറയാൻ വേണ്ടി കഴിയോ? അങ്ങനെ ജിൻഡോയ്ക്ക് ചിലപ്പോൾ ജിൻഡോയുടെയും UDF-നെയും നിലവാരം വെച്ച് പറയാൻ കഴിയുന്നുണ്ടാവും. പക്ഷെ എന്നെ സംബന്ധിച്ച് പറയാൻ വേണ്ടി കഴിയില്ല, ഞാൻ പറയില്ല. ഇതേ ഇവരുടെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് പാണക്കാട് തങ്ങന്മാരെ കുറിച്ച് മൈക്ക് കെട്ടി പറഞ്ഞതിൻ്റെ ഓഡിയോ വൈറ്റ്സും വിഷ്വലും കൂടെ അവൈലബിൾ ആണല്ലോ. എനിക്ക് പറയാൻ വേണ്ടി കഴിയില്ല, ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ജിൻഡോയ്ക്ക് കഴിയുമെങ്കിൽ ജിൻഡോ പറഞ്ഞോ. അപ്പോൾ ഇത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ഈ നാടിനകത്ത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്താൻ വേണ്ടി അറിയാഞ്ഞിട്ടല്ല. പക്ഷെ ഞങ്ങളുടെ രീതി അതല്ല, ഞങ്ങൾ അതിന് ഉദ്ദേശിച്ചിട്ടുമില്ല. അപ്പോൾ
ആ നിലയിലേക്ക് UDF ആക്ഷേപം അഴിച്ചുവിട്ടുകൊണ്ടും അധിക്ഷേപങ്ങൾ ചൊരിഞ്ഞുകൊണ്ടും നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനുമായി നിങ്ങൾ മുന്നോട്ട് പോയിക്കോ. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ നാടിനകത്ത് നടത്തിയ ഇടപെടൽ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ഇനി സാധാരണക്കാരായ എങ്ങനെ ഡോക്ടർ ജിൻഡോ ജോൺ, അങ്ങനെ പൊതുസമൂഹത്തിന് മുന്നിൽ പറയാനും കേൾക്കാനും കൊള്ളാത്ത കാര്യങ്ങൾ മൈക്ക് കെട്ടി വെച്ച് പറയുന്നവരാണോ CPM-ന്റെ വ്യക്തിധിക്ഷേപത്തിന്റെ പേരിൽ കുറ്റം പറയുന്നത് എന്നായിരുന്നു എൻ്റെ ചോദ്യം. അല്ല മാധു, അതിൽ രണ്ട് ഭാഗമുണ്ട്. ഒന്നാമത്തത് UDF-ലെ കക്ഷികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇല്ല എന്ന് ഞങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ തമ്മിൽ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. അതുള്ളത് കൊണ്ടല്ലേ 2, 3, 4 കക്ഷികളായിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഒറ്റ പാർട്ടിയായിട്ട് നിന്നാൽ പോരെ. ഈ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് അപ്പുറം ഞങ്ങൾ തമ്മിലൊരു യോജിപ്പുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ UDF ആയിട്ട് നിൽക്കുന്നത്. ഇനി ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളതിൻ്റെ പേരിൽ ഞങ്ങൾ ആരെയും മാഷാ അള്ളാ സ്റ്റിക്കർ ഒട്ടിച്ച് വിട്ട് ആളെ വിട്ട് കൊട്ടേഷൻ കൊടുത്ത് കൊല്ലിക്കാൻ നോക്കാറില്ല, കൊല്ലാറില്ല. ഇനി അതവിടെ നിന്ന് നിർത്തുകയാണ്. ഇനി രണ്ടാമത്തത് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ നിലവാരം അദ്ദേഹത്തിന്റെ നിലവാരത്തെ കുറിച്ച് ഞാൻ പറയുന്നില്ല. ഹനീഫയെയും ഒക്കെ നമ്മൾ കണ്ടതാണ് കേട്ടോ. ലാൽജിയെയും ഹനീഫയൊക്കെ നമ്മൾ തൃശ്ശൂർ കണ്ടതാണ്. നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസം ഏത് നിലയിലാണ് നിങ്ങൾ നടപ്പിലാക്കിയത്? ഞാൻ പറയും ആ നിലയിലെ ഇതുവരെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെട്ടിട്ടില്ല. ആർഷോ ഇടപെടരുത്. ആർഷോ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഇടപെട്ടിട്ടില്ല. ഇടപെട്ടാൽ ഞാൻ പറയും നിലവാരം. ആർഷോ അങ്ങനെ നിലവാരത്തെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരു AISF-ന്റെ വനിതാ നേതാവിന്റെ പുറത്ത് ചവിട്ടിയിട്ട് മാറി നിൽക്കടി, അല്ലെങ്കിൽ നിനക്ക് തന്തയില്ലാത്ത മക്കളെ ആക്ഷേപിച്ച ആർഷോയുടെ നിലവാരം ഞങ്ങൾക്കില്ല. ആർഷോ നിർത്തുക. ആർഷോ നിലവാരത്തെ കുറിച്ച് പറയല്ലേ? നിലവാരത്തെ കുറിച്ച് ആർഷോ ആയിട്ടില്ല. അല്ല, ഈ കെ സുധാകരൻ VD സതീശനെ ഇതേ മാധ്യമങ്ങളുടെ മൈക്കിന് മുന്നിൽ പ്രസിഡന്റ് നിങ്ങളുടെ പ്രതിപക്ഷ നേതാവിനെ വിളിച്ച വാക്ക് ഈ എന്നിട്ട് നിങ്ങൾ ക്ലാസ് എടുക്കുക കേട്ടോ. നിങ്ങൾ എന്നിട്ട് ക്ലാസ് എടുത്താൽ മതി. ആദ്യം ആർഷോ നിലവാരത്തിന്റെ ക്ലാസ് ഒന്ന് പരീക്ഷ എഴുതി പാസ്സാവും. എന്നിട്ട് ആ ക്ലാസ് ഒന്ന് നാട്ടുകാരെ കാണിക്കും. എന്നിട്ട് ഞങ്ങളെ ക്ലാസ് എടുത്ത് പഠിപ്പിക്കും. ആർഷോ അതിനായിട്ട് നിലവാരം പഠിപ്പിക്കാനുള്ള നിലവാരം ആർഷോയ്ക്ക് ആയിട്ടില്ല. ആദ്യം ആർഷോയ്ക്ക് നിലവാരം ഉണ്ടാകട്ടെ. ആർഷോ നിലവാരത്തിന്റെ പരീക്ഷ ഒന്ന് അറ്റൻഡൻസ് 100% കിട്ടി പരീക്ഷ എഴുതി ജയിച്ച് അത് നാട്ടുകാരെ ഒന്ന് കാണിക്കും. എന്നിട്ട് ആർഷോ UDF-ന്റെ നേതാക്കന്മാരെ നിലവാരം പഠിപ്പിക്കാൻ വന്നാൽ മതി. ആദ്യം പോയി നിമിഷ രാജുവിനോട് മാപ്പ് പറഞ്ഞിട്ട് വരണം. എന്നിട്ട് നിലവാരം പഠിപ്പിക്കണം കേട്ടോ. ആർഷോയുടെ നിലവാരം ഞങ്ങൾക്ക് ആർഷോയുടെ നിലവാരമല്ല. ഞങ്ങൾക്ക് UDF-ന്റെ ഒരാൾക്ക് പോലും ആർഷോയുടെ നിലവാരമല്ല. വ്യക്തിപരമായ വെല്ലുവിളിക്കുള്ള സ്ഥലവുമല്ല സമയവുമല്ല. ഇത് നിർത്തുന്നതാണ് നല്ലത്. ഇടവേള. തിരികെ സ്വാഗതം ചർച്ചയിലേക്ക്. ഇനി ആ പഴയ തർക്കത്തിലേക്ക് പോകരുതെന്ന് ഞാൻ രണ്ടുപേരോടും അഭ്യർത്ഥിക്കുകയാണ്. ശ്രീ ജിൻഡോ ജോൺ, അങ്ങ് പറയുന്നതിനിടയിലാണ് തർക്കമുണ്ടായത്, അതുകൊണ്ട് അത് പൂർത്തീകരിക്കണം. ആര്യാടൻ ഷൗക്കത്തിന് മുൻപ് UDF ഘടകകക്ഷികളുമായി ഉണ്ടായിരുന്ന പലതരം പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹം സമുദായത്തിനുള്ളിലെ പരിഷ്കരണവാദികളുടെ പക്ഷത്ത് നിന്ന ഒരാളാണ്. അതുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ദൃശ്യമായത് ഉള്ളത് പറയണമല്ലോ, ആദ്യഘട്ടത്തിൽ തന്നെ, അതായത് കോൺഗ്രസിന് മുൻപേ കളം നിറഞ്ഞു കളിച്ചിരുന്നത് ലീഗും ലീഗിന്റെ സംഘടനാ സംവിധാനവും ഒക്കെയാണ്. അവിടെ ഒരുപക്ഷെ കൂടുതൽ സ്വാധീനവും ലീഗിന് തന്നെയായിരിക്കാം. ആ ഘട്ടത്തിൽ ഈ പറയുന്ന വിമർശനം, അതായത് അടപടലം പിന്തുണ UDF-ന്റെ ഘടകകക്ഷികളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയേക്കില്ല എന്നൊരു ആശങ്ക നിങ്ങൾക്കുണ്ടോ? മാധവ്, അതിൽ ഒരു സംശയവും ഞങ്ങൾക്കില്ല. ഇവിടെ CPM പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച മുൻ സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ എത്രായിരം വോട്ടിനാണ് തോറ്റത്? അവിടെ 10,000-12,000 വോട്ടിനല്ലേ അവിടെ തോറ്റത്. പാർട്ടി ചിഹ്നത്തിൽ ഇവരുടെ സംസ്ഥാന നേതാവോ ജില്ലാ നേതാവോ ആര് മത്സരിച്ചാലും ഞങ്ങൾക്ക് ഭയമില്ല. രണ്ടാമത്തത്, UDF-ന്റെ അകത്ത് നിന്ന് ഒരു അഭിപ്രായ വ്യത്യാസം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പഞ്ചായത്ത് മെമ്പറെങ്കിലും അല്ലെങ്കിൽ ഒരു ബൂത്ത് കമ്മിറ്റി അംഗമെങ്കിലും അഭിപ്രായ വ്യത്യാസം പറയില്ലേ? ഇവിടെ ആര്യാടൻ ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചത് മുതൽ ഈ നിമിഷം വരെ അങ്ങനെ ഒരു
അഭിപ്രായ വ്യത്യാസം ആരെ കുറിച്ചിട്ടെങ്കിലും ആരുടെയെങ്കിലും ഭാഗത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞാൽ അത്രത്തോളം കെട്ടുറപ്പോടുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട്, ഈ തെരഞ്ഞെടുപ്പ് ജയിക്കുന്നതോടുകൂടി 2026 മെയ് മാസം 25-ാം തീയതി കേരളത്തിന്റെ നിയമസഭയുടെ പടിക്കെട്ട് കയറാൻ പോകുന്ന UDFന്റെ മന്ത്രിസഭയെ സ്വപ്നം കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഈ UDFന്റെ ഭാഗമായിട്ടുള്ള മുഴുവൻ കക്ഷികളും എണ്ണയിട്ട യന്ത്രം പോലെ 100% ആത്മാർത്ഥതയോടെ ഒന്നിച്ചു നിന്ന് പോരാടുന്നു. ഇവിടെ ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥിയുടെ സാമൂഹ്യ പ്രതിബദ്ധത, രാഷ്ട്രീയ പ്രതിബദ്ധത, അയാളുടെ മുൻകാല രാഷ്ട്രീയ പാരമ്പര്യം, പരിചയം, ഇതെല്ലാം മാറ്റുരയ്ക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഇതിന് പുറകിൽ മുഴുവൻ കക്ഷികളും ഒന്നടങ്കം നിന്ന് പ്രവർത്തിക്കുന്നു. ശരി, ശ്രീ PM ഹർഷ, ഇപ്പോൾ പല നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ നടന്ന സമയത്ത് നിങ്ങളുടെ ഒരു സൈബർ വിങ്ങിലൊക്കെ കണ്ടിരുന്ന ഒരു കൗതുകകരമായ സമവാക്യം 41 ഒന്നും 100 കേട്ടോ എന്ന നിലയ്ക്കായിരുന്നു. നിങ്ങളുടെ ഒരു സിറ്റിംഗ് സീറ്റ് നിങ്ങൾക്ക് നഷ്ടപ്പെടുമെന്നുള്ള വെല്ലുവിളിയാണ് അവിടെ കോൺഗ്രസ് ഉയർത്തുന്നത്. അത് മാത്രമല്ല, നിങ്ങൾക്കിതൊരു അഭിമാന പോരാട്ടമാണ്. നിങ്ങളുടെ പക്കൽ നിന്ന് നിങ്ങളുടെ മുഖ്യമന്ത്രിയെ കേരളത്തിൽ വേറെ ആരും പറയാൻ പ്രതിപക്ഷം പോലും പറയാൻ തയ്യാറാകാത്ത തരത്തിൽ ഏറെക്കുറെ പുലഭ്യം പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയ ഒരാൾ ഉണ്ടാക്കി വെച്ചൊരു തിരഞ്ഞെടുപ്പാണ്. അവിടെ അദ്ദേഹത്തെ പരാജയപ്പെടുത്തുക, അദ്ദേഹത്തെ രാഷ്ട്രീയ പ്രസക്തി ഇല്ലാതാക്കുക എന്ന് പറയുന്ന ഒരു അഭിമാന പോരാട്ടം നിങ്ങൾക്കുണ്ട്. അവിടെയാണ് നിങ്ങൾക്ക് സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെടും എന്നുള്ള വെല്ലുവിളി കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. അല്ല, ഈ പറഞ്ഞ മുൻ MLA സംബന്ധിച്ച് അദ്ദേഹത്തിനൊരു രാഷ്ട്രീയ പ്രസക്തിയും ഇല്ല എന്നുള്ളതിനെ സംബന്ധിച്ച് കേരളത്തിലെ സാമാന്യ ജനത ഇതിനോടകം തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിനകത്ത് ഇപ്പോൾ മാധുവിന് വലിയ സംശയം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ രാഷ്ട്രീയ പ്രസക്തി നഷ്ടപ്പെട്ട അദ്ദേഹം വരയ്ക്കുന്ന വരയ്ക്കപ്പുറം പോകാതെ വരയ്ക്കൊപ്പിച്ച് നടക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഇവർ ഈ നേരത്തെ പറഞ്ഞ കരുത്തനായ K. സുധാകരൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇങ്ങനെ പുറകെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്കല്ലാതെ മറ്റാർക്കും അദ്ദേഹത്തിന് എന്തെങ്കിലും രാഷ്ട്രീയ പ്രസക്തി ഉള്ളതായിട്ട് എന്തായാലും ഈ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ വിശിഷ്യ തോന്നുന്നില്ല എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ അഭിപ്രായം. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് നേരത്തെ സൂചിപ്പിച്ചല്ലോ, വലിയ ആത്മവിശ്വാസത്തിന് ഒരുപാടുണ്ട് മാധു. കാരണം ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ നേരത്തെ ജിൻഡോ തന്നെ പറഞ്ഞു, ഇവിടുത്തെ അടിസ്ഥാന ജനവിഭാഗത്തിന്റെ പ്രതിസന്ധിയെ സംബന്ധിച്ച് ഞങ്ങൾ ഈ നാടിനെ ഈ തെരഞ്ഞെടുപ്പിലും ഈ ഉപതെരഞ്ഞെടുപ്പിലും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനകത്തും അഭിമുഖീകരിക്കുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഏറ്റവും അഭിമാനകരമായ നേട്ടം എന്നുള്ളത് കേരളത്തിലെ അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്തതിന് ശേഷം ഞങ്ങൾ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നത് എന്നുള്ളതാണ്. ലോക രാജ്യങ്ങൾക്ക് സാധിക്കാത്തത്, എവിടെ ഇന്ത്യ എന്ന് പറയുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളിലൊന്ന് അതിദരിദ്രം ഏറ്റവും അധികം അധിവസിക്കുന്ന ഒരു രാജ്യമായി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് കേരളം ഈ വരുന്ന നവംബർ 1-ാം തീയതി അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം പ്രഖ്യാപിക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ അടിസ്ഥാന വിഭാഗത്തിൽ കിടക്കുന്ന ജനങ്ങളുടെ അടക്കം ജീവിത നിലവാരം കൈപിടിച്ചുയർത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഈ നാടിനെ അഭിമുഖീകരിക്കുന്നത്. ഇനി ഈ മണ്ഡലത്തിൽ തന്നെ എടുത്തോ, ഈ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ കഴിഞ്ഞ 9 വർഷക്കാലത്തിനിടയിൽ 2323 കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ച് നൽകിയതിനു ശേഷം ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി പോകുന്നത്. ഈ മണ്ഡലത്തിനകത്ത് ഇതിനു മുൻപുണ്ടായിരുന്ന UDFന്റെ MLA ഇവിടെ വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരുന്നല്ലോ. ഈ നിലമ്പൂർ നിയോജക മണ്ഡലത്തിനകത്ത് കഴിഞ്ഞ 9 വർഷക്കാലത്തിനിടയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ഭരണത്തിന് കീഴിലാണ് 7ഓളം വരുന്ന ആദിവാസി ഊരുകൾക്കകത്ത് സമ്പൂർണ്ണ വൈദ്യുതീകരണം നടപ്പിലാക്കിയിട്ടുള്ളത്. അങ്ങനെ സമസ്ത മേഖലകളിലും സാധാരണക്കാരായ മനുഷ്യരുടെ ജനജീവിതത്തെ, അവരുടെ ദൈനംദിന ജീവിതത്തെ നിലവാരമുള്ളതാക്കി മാറ്റി പിടിച്ചുയർത്തിയതിനു ശേഷമാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ആത്മവിശ്വാസത്തോടെ പ്രശ്നമുണ്ട് എന്നടക്കം നിങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇവിടെ ഒരഭിപ്രായവും ഉണ്ടായിട്ടില്ല എന്ന് ജിൻഡോ ജോൺ പറയുന്നു. അവിടെ നിന്ന് എന്തെങ്കിലും ഒരു പിണക്കവും പടരപ്പിണക്കവും പിരിഞ്ഞുപോക്കും പ്രതീക്ഷിച്ച് നിങ്ങൾ കാത്തിരുന്നോ? ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഇന്നലെ വന്ന പാനലിസ്റ്റ് കോൺഗ്രസിന്റെ പറഞ്ഞത് ഇന്നു രാവിലെയും കോൺഗ്രസിന്റെ പല നേതാക്കളെയും CPM സ്വതന്ത്രനാക്കാൻ സമീപിച്ചു എന്നൊക്കെയായിരുന്നു. അത്തരം പ്രതീക്ഷകൾ ഉണ്ടായിരുന്നോ? അത്തരത്തിലൊരു പ്രതീക്ഷയ്ക്കും ഞങ്ങൾക്ക് അതിൻ്റെ സാഹചര്യം ഇല്ല, ആവശ്യമില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു കോൺഗ്രസിന്റെ നേതാവിനെ ഞങ്ങൾ സമീപിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കോൺഗ്രസിന്റെ നേതാവ് ഇതിനോടകം മാധ്യമങ്ങളുടെ മുൻപിൽ വന്ന് എന്നെ ഇങ്ങനെ സമീപിച്ചിരുന്നു എന്ന് പറയേണ്ടുന്ന സമയം അതിക്രമിച്ചു പോയിട്ടില്ലേ മാധു? അതുകൊണ്ട് ഇവർ നിൽക്കുന്ന സാഹചര്യത്തിനകത്ത് ഈ വിധത്തിലുള്ള പല വാദങ്ങളും മുന്നോട്ട് വെച്ചുകൊണ്ടേയിരിക്കും. അതവർ വെച്ചുകൊള്ളട്ടെ. അവർ ഈ പറഞ്ഞ പോലെ ആക്ഷേപം, അധിക്ഷേപം, ഈ പറഞ്ഞ പോലെ ഇതാണ് അവരുടെ ശൈലി. അവർ ആ ശൈലി തുറന്നുകൊള്ളട്ടെ. ഞങ്ങൾ ഇറങ്ങിച്ചെല്ലുന്നത് ജനങ്ങൾക്കിടയിലേക്കാണ്. ജനങ്ങളോട് രാഷ്ട്രീയ
രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ വേണ്ടി പോകുന്നത്. ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്, ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്, ജനങ്ങൾക്കത് ബോധ്യപ്പെടും എന്നുള്ളത്. ആ വിശ്വാസത്തിൽ തന്നെയാണ് ഞങ്ങൾ കേരളത്തിനകത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇവർ ചില കണക്കുകളിൽ അഭിരമിച്ചിരുന്നു കൊള്ളട്ടെ. ഇതേപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ കണക്കുകളിൽ അഭിരമിച്ചിരുന്നവരാണ് നിങ്ങൾ. ആ നിലയ്ക്ക് തന്നെ അഭിരമിച്ചിരുന്നു കൊള്ളട്ടെ. ഇനി നേരത്തെ നിങ്ങൾ പരസ്പരം എന്താ പറയുക, ഈ ഘട്ടത്തിൽ പ്രയാസം ഉണ്ടായാലും ഇല്ലെങ്കിലും ഞങ്ങൾക്ക് വിഷയമല്ല. ഞാൻ പറഞ്ഞത് നേരത്തെ നിങ്ങളുടെ നേതാക്കന്മാർ തമ്മിൽ നിങ്ങളുടെ നിലവിലെ സ്ഥാനാർത്ഥി ഉൾപ്പെടെ അല്ലെങ്കിൽ UDF-ന്റെ ലീഗിന്റെ നേതാക്കന്മാർ ഇതിന് മുൻപത്തെ നിങ്ങളുടെ MLA ഉൾപ്പെടെ പറഞ്ഞ പുലഭ്യത്തെ സംബന്ധിച്ചാണ്. അതിന് ഇപ്പോൾ ജിൻഡോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ നേതാക്കൾ ഞങ്ങളുടെ ഘടകകക്ഷികളെ പുലഭ്യം പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ മാർക്സിസ്റ്റ് എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾക്കൊന്നുമില്ല, അതൊക്കെ ജനങ്ങളുടെ മുൻപിലുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ. നിലമ്പൂരിൽ ഇന്ന് രണ്ട് സ്ഥാനാർത്ഥികൾക്കും വളരെ നിർണായകമായ ദിവസമായിരുന്നു. ഒരാൾ നാമനിർദ്ദേശ ആഹ്ലാദാരങ്ങൾക്കിടയിൽ മണ്ഡലത്തിലേക്ക് എത്തുകയും ചെയ്തു. ഇനി തർക്കത്തിലേക്ക് പോകേണ്ടതില്ല. ഞാൻ അവസാനിപ്പിക്കുന്നത് വളരെ നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.